സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിട്ടുള്ള ഒരു വ്യക്തിയാണിത് നമ്മുടെ കൂടെ. ഞങ്ങളുടെ പ്രണയവിവാഹമായിരുന്നു അല്ലേ? എന്ന് പറഞ്ഞോണ്ടാ എന്നാലും പ്രണയം എന്ന് പറയരുത്, ലൈൻ അടിച്ച് കിട്ടിയതെന്ന്. അപ്പോൾ സ്വാതപ്രസംഗം പറഞ്ഞു എന്നോട് ചോദിച്ചാൽ അത് അഡ്വക്കേറ്റ് PI മുഹമ്മദ് കുട്ടിയാണ് മഞ്ചേരിയിലെ. സ്വാതപ്രസംഗം പറഞ്ഞു അവൻ്റെ കൂടെ ഒരു അഡ്വക്കേറ്റ് മുഹമ്മദ് കുട്ടി വന്നിട്ടുണ്ട്, അദ്ദേഹം ഒന്നും കൂടെ സംസാരിക്കുമെന്ന് എന്നൊക്കെ പറഞ്ഞു. നമ്മുടെ ഗുരുതരമായ ഒരുപാട് പ്രശ്നങ്ങളില്ലേ ഇന്ത്യയിൽ. തൊഴിലില്ലായ്മ ഉണ്ട്, അതുപോലെ തന്നെ വിദ്യാഭ്യാസ പ്രശ്നം, ആരോഗ്യ പ്രശ്നം, ഡൽഹിയിലാണെങ്കിൽ വായു മലിനീകരണ പ്രശ്നം, അതായത് ഉറുപ്പിയുടെ വില ഇപ്പോൾ ഡോളറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 100 രൂപയായി തുടങ്ങിയില്ലേ. വലിയ പ്രശ്നമില്ലേ അതൊക്കെ. എല്ലാവരും രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരായി മാറുകയാണ്. കുറച്ച് കാലമായിട്ട് ജനങ്ങളുടെ ഇടയിൽ വേർതിരിവുണ്ടാക്കുക, വേലി കെട്ടുക, വെറുപ്പും വിദ്വേഷമൊക്കെ ഉണ്ട്. അങ്ങനെ ആയിപ്പോയില്ലേ. ലീഡർഷിപ്പ് അൺഫിൽറ്റേഡിലേക്ക് ഏവർക്കും സ്വാഗതം. എനിക്ക് തോന്നുന്നു ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല. സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിട്ടുള്ള ഒരു വ്യക്തിയാണിത് നമ്മുടെ കൂടെ. ലത്തീഫയ്ക്കാണ്, മഞ്ചേരി MLA. ഇക്ക ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞു വൈറലായിട്ടൊരു വ്യക്തിയാണെന്ന്. ഒരു 3 വർഷം മുൻപ് ഇക്കയും വൈഫും കൂടിയിട്ടുള്ള ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ഹിറ്റായിരുന്നു അല്ലേ? എങ്ങനെയാ അത് സ്കാൻഡിനേവിയൻ കൺട്രീസിൽ ടൂർ പോയതായിരുന്നു. അപ്പോൾ അവിടുന്ന് ഒരു ട്രെയിൻ ഉണ്ടായിരുന്നു. ട്രെയിൻ യാത്ര കഴിഞ്ഞപ്പോൾ അവിടുന്ന് പിന്നെ ഷൂട്ട് ചെയ്തതാണ് നമ്മുടെ കൂടെയുള്ള ആളുകൾ. നല്ല -ഡിഗ്രിയിലായിരുന്നു അവിടെ തണുപ്പ്. ആചാര്യ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കണ്ണും അങ്ങനെ പാട്ടൊക്കെ പാടി. ആരുടെ ഐഡിയ? കാരണം ഒരു വീഡിയോ എടുത്തിട്ട് അതിന് ഒരു പാട്ടൊക്കെ ആഡ് ചെയ്തിടാൻ. ടൂർ ഓപ്പറേറ്റർ ആയിരുന്നു അതിനകത്ത്, മാനേജർ ഹരി. നല്ല ഇതായിരുന്നു, പ്രാണൻ്റെ ആള്. എല്ലാ കൊല്ലം പോകും ഞങ്ങൾ ടൂറ്. വിദേശത്ത് 89 മുതൽ എല്ലാ കൊല്ലം പോകും. ശരി. പോയ സ്ഥലങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാ? അതെങ്ങനെയാ പറയാ, ഇഷ്ടമില്ല ഇതൊക്കെ ഇല്ലേ മാതിരി തന്നെയല്ലേ. ഏറ്റവും നല്ല ക്ലീനസ്റ്റ് സിറ്റി സിംഗപ്പൂർ. പിന്നെ ലണ്ടൻ നമ്മൾ ഉദ്ദേശിച്ചത്ര ഒരു ഇല്ല. ന്യൂയോർക്ക്, വാഷിങ്ടൺ ഒക്കെ എല്ലാ വർഷവും ടൂർ പോകും. അതിനുവേണ്ടി സമയം മാറ്റിവെക്കും. ശരിക്കും അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? എന്താണ് ഒരു വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് മാനസികമായിട്ട്, ഒന്ന് നമ്മളീ കാണുന്നതല്ലല്ലോ ലോകം. പലവിധ വേഷങ്ങൾ, പലവിധ ഭാഷ, മാത്രമല്ല ഒരുപാട് സംസ്കാരങ്ങൾ വ്യത്യാസം, ഒരുപാട് വ്യത്യാസമല്ലേ. ഒരു ഭാഗത്ത് ലേഡീസൊക്കെ പറന്നിട്ടിട്ട് വേറൊരു ഭാഗത്തൊക്കെ തുറന്നിട്ടിട്ട് എല്ലാം കൂടി മനസ്സ് വിശാലാവും. ഒരിക്കലും നാരോ മൈൻഡഡ് ആവില്ല ടൂർ പോകുന്ന ആളുകൾ. അവരിങ്ങനെ നോട്ട് ഓൺലി ബി സിവിലൈസ് ബട്ട് ഓൾസോ അവർ പിന്നെ എന്താണ് ഒരു നല്ല മാതൃകാപരമായ ജീവിതമാകും അവർ. കുറേ ടൂർ പോകുന്ന ആളുകൾക്ക് അവർക്ക് ഒന്ന് ഇടുങ്ങി ചിന്ത സാധിക്കില്ല. അതാണ് എൻ്റെ ഒരു ഇതാണ്. വളരെ ചെറുപ്പം മുതൽ പോയി തുടങ്ങി. 89 മുതൽ. അന്ന് ഐ വാസ് ദ മുനിസിപ്പൽ ചെയർമാൻ ഹിയർ. അന്ന് പോയി തുടങ്ങി. കൂടെ ഒന്നും വൈഫും ഉണ്ടാവും, രണ്ടാളും കൂടെ പോവാം. സഹധർമ്മിണി എപ്പോഴും കൂടെ ഉണ്ടാവും. ഞങ്ങളുടെ പ്രണയവിവാഹമായിരുന്നു അല്ലേ? എന്ന് പറഞ്ഞോണ്ടാ. എന്നാലും ലൈൻ അടിച്ച് കിട്ടിയതാണ്. ഞങ്ങൾ ഫറൂഖ് കോളേജിൽ പഠിക്കുന്ന സമയത്ത് അവളവിടെ ഞാൻ ചെല്ലുമ്പോൾ അവിടെ പിന്നെ ഡിഗ്രി ബോട്ടണിക്ക് പഠിക്കുന്നുണ്ട്. ഞാൻ എക്കണോമിക്സിനാണ് ചേർന്നത്. ഒരു ക്ലാസ് താഴെയാണ് അവർ. അപ്പോൾ ഇങ്ങനെ ഹോസ്റ്റൽ, അവരെ ലേഡീസ് ഹോസ്റ്റൽ, നമ്മൾ ഹോസ്റ്റലൊക്കെ ഇങ്ങനെ പോകുമ്പോൾ കോളേജിൽ പോകുമ്പോൾ ഇങ്ങനെ കണ്ട് അങ്ങനെ അങ്ങനെയല്ല. അവിടെ ഒരു പൂ പറിച്ച കേസുണ്ട്. അങ്ങനെയാണ് ഉണ്ടായത്. അതായത് അവിടെ നല്ല ഗാർഡനൊക്കെ ഉണ്ട്. അത് വളരെ സ്ട്രിക്റ്റാണ് ഈ ഫറൂഖ് കോളേജിൽ. ഇപ്പം കുട്ടികൾ സംസാരിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെയാണ് അവർ. പിന്നെ അപ്പോൾ ഒരു ഗാർഡൻ ഉണ്ടാണ്. ഗാർഡനിൽ പിന്നെ നല്ല പഴുനീർ പൂ, എല്ലാ പൂവും ഉണ്ടാവില്ല. ഞാനതിനെ പോയപ്പോഴുണ്ട് കുറേ പെൺകുട്ടികൾ നിൽക്കുന്നുണ്ടില്ല. ഒരു കുട്ടി ഉണ്ടായിരുന്ന ഒരു പൂ പറിക്കുന്നുണ്ട്. ആരാണ് ആ പൂ പറിക്കുക വെച്ചാൽ ഉറക്ക ശബ്ദം. അത് അവിടെ ഇട്ടിട്ട് ഓടി. അത് നോക്കുമ്പോൾ എന്നെ കണ്ടത്. അപ്പോൾ അതിന് ശേഷം പിന്നെ ഇങ്ങനെ അത് പൂ പറിച്ച കുട്ടി അങ്ങനെ അങ്ങനെ അതാ പൂമ്പിൽ പോയി. അങ്ങനെ പോകുമ്പോൾ നിങ്ങൾ ഒന്നായി. ആദ്യം ആരും ഇഷ്ടം പറഞ്ഞത് അങ്ങനെ ഓർമ്മയില്ല. അക്കാലത്ത് ഫോണൊന്നും ഇല്ലല്ലോ, മൊബൈലൊന്നുമില്ല. പിന്നെ ഞാൻ അവിടെ ഡിഗ്രി കഴിഞ്ഞിട്ട് എറണാകുളം ലോ കോളേജിൽ പോയി. അവൾ കോഴിക്കോട് ലോ കോളേജിൽ പോയി. പഠിക്കുമ്പോൾ തന്നെ കല്യാണം കഴിഞ്ഞ്.
അവൾ ഫസ്റ്റ് ഇയർ, ഞാൻ തേർഡ് ഇയർ LLB. LLBക്ക് അന്ന് വാപ്പൊന്നും പറഞ്ഞില്ലേ? കാരണം വക്കീലായതിനു ശേഷം കല്യാണം കഴിക്കാന്നല്ലേ പറയാ? അങ്ങനെയല്ല, അവർ കുറച്ചൊക്കെ ഒരു പിന്നെ നമ്മളൊക്കെ ഞാനൊക്കെ സാമ്പത്തികമായിട്ട് വളരെ താഴ്ന്നതല്ല, അവർ കുറച്ച് ഉയർന്നാന്ന് വെപ്പ്. അപ്പോൾ അവർക്ക് വിഷമമൊക്കെ ഉണ്ടാവും. ഒക്കെ ശരിയായി, അങ്ങനെ പോയി. അങ്ങനെ വേഗം തന്നെ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിച്ചു. കല്യാണം കഴിഞ്ഞിട്ട് കോളേജിൽ പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അതൊരു രസമല്ലേ, നല്ല ആരല്ലേ അല്ലേ? സാധാരണ പെൺകുട്ടികൾ കല്യാണം കഴിഞ്ഞിട്ട് കോളേജിൽ പോകാറുണ്ട്, ആൺകുട്ടികൾ കല്യാണം കഴിഞ്ഞിട്ട് കോളേജിൽ പോകുമ്പോൾ വളരെ ഞാൻ എറണാകുളത്ത് ഇരുന്നപ്പോൾ ഇത് ഫൈനൽ ഇയർ ആയല്ലോ. പക്ഷേ ഇപ്പോൾ ലോക്കൽ കോഴിക്കോടാകുമ്പോൾ അവിടേക്ക് വരാൻ സുഖമാണല്ലോ. എറണാകുളത്ത് നിന്ന് കോഴിക്കോട് വരാം. കോളേജിലൊക്കെ അറിഞ്ഞില്ലേ കല്യാണം കഴിഞ്ഞെന്നൊക്കെ? അതെല്ലാവർക്കും അറിയും. ഫറൂഖ് കോളേജിലാകുമ്പോൾ ഫറൂഖ് കോളേജിലാകുമ്പോൾ എല്ലാവർക്കും അറിയത്. ഞാൻ എന്നൊക്കെ എല്ലാം പ്രസംഗിക്കും. നെറ്റീവ് ഇംഗ്ലീഷിലാന്നൊക്കെ പ്രസംഗിക്കും. അപ്പോൾ എല്ലാവരും അറിയും. അങ്ങനെ കൂടുതൽ പെട്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. ഇത്തത് കേൾക്കണ്ട അല്ലേ? ഓക്കെ. ഇപ്പം 3 മക്കള്. അത് കുടുംബത്തിൽ ഇപ്പോൾ 3 വക്കീലന്മാർ 3 ഡോക്ടേഴ്സാണെന്ന് പറഞ്ഞു നേരത്തെ. പിന്നീട് എങ്ങനെയായിരുന്നു? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിലേക്ക് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതൊരു വലിയ മാറ്റമാണ്. നമ്മുടെ ഈ ഒരു വക്കീലായിരുന്നു, അതിനുശേഷം ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയം ചെറുപ്പം മുതലേ ഉണ്ടോ അതോ അതിനുശേഷം? ഞാനിവിടെ അന്ന് ഈ മലപ്പുറം ജില്ലയിൽ കോളേജില്ല. 1965 SSLC പാസ്സാവുന്നത്. അപ്പോൾ നമ്മുടെ മലപ്പുറം ജില്ലയിൽ എവിടെയും കോളേജില്ല. ആദ്യമായിട്ട് വന്നതാണ് മഞ്ചേരി ഒരു NSS കോളേജ്. അത് ജൂനിയർ പ്രീ ഡിഗ്രി മാത്രം, അമ്പാടും വന്നവിടെ. അപ്പോൾ ഇവിടെ നമുക്ക് അന്ന് ഇവിടെ അഡ്മിഷനായി ആദ്യത്തെ ഫസ്റ്റ് ബാച്ച്. അത് പ്രീ ഡിഗ്രി കഴിഞ്ഞു. ഇപ്പോൾ ഫറൂഖ് കോളേജിൽ പോയി. പിന്നെ ഇവിടെ 1970 മലപ്പുറം ജില്ലയിലെ ഡിഗ്രി വരുന്നത്. അത്രയും പിന്നെ പഴക്കമുണ്ടായിരുന്നു. അന്നൊന്നും കോളേജിൽ ഇതില്ല, രാഷ്ട്രീയമൊന്നുമില്ല, പഠിക്കുക അങ്ങനെ അല്ലേ. അപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് എങ്ങനെ വരുന്നത് പിന്നീട്? അത് പിന്നെ ഈ LLB ഒക്കെ ആയി തുടങ്ങിയപ്പോൾ തന്നെ തെരഞ്ഞെടുപ്പ് തുടങ്ങി മെല്ലെ മെല്ലെ ഇതിലേക്ക് വരാൻ തുടങ്ങി. പിന്നെ അത് പ്രസംഗിക്കുമല്ലോ, പിന്നെ എല്ലാവർക്കും ആവശ്യമാണ് അന്ന് മുതൽ. അതിൽ പ്രസംഗിക്കുന്ന ആ ഒരു കഴിവ് അത് ചെറുപ്പം മുതലേ അതിൽ ഉണ്ടായി. ഫറൂഖ് കോളേജിൽ ഞങ്ങളുടെ ഒരു ഹോസ്റ്റൽ പാടി ഇംഗ്ലീഷിൻ്റെ പ്രൊഫസർ ഉണ്ടായിരുന്നു, വിജയസിംഹൻ സാർ. അദ്ദേഹം അതിനെ വലിയ താല്പര്യം എടുത്തു. പ്രസംഗം പഠിപ്പിക്കാനും പ്രസംഗിക്കാനും എല്ലാവിധ സഹായ സഹകരണം ചെയ്ത വലിയ മനുഷ്യരായിരുന്നു അദ്ദേഹം. ഇപ്പോഴും ആ ഒരു അദ്ദേഹം ജീവിച്ചിരിപ്പില്ല. നമ്മളെ ശരിക്കും മാറ്റിമറിച്ചൊരു വ്യക്തിയാണ്. ഞാൻ BEdനൊക്കെ പോകാൻ നോക്കി, MA ഹിസ്റ്ററിക്ക് വന്നപ്പോൾ അദ്ദേഹം പറയാൻ പറ്റില്ല, അദ്ദേഹമാണ് LLBക്ക് തിരിച്ചു വിട്ട്. അതാണ് നിങ്ങൾ ശരിയായ. അദ്ദേഹം വിചാരിച്ചെങ്ങനെ സംസാരിക്കുകയും ചെയ്യും, പ്രൊഫഷന് അതിൽ പിന്നെ വിജയിക്കുന്ന അദ്ദേഹത്തിന് തോന്നിയായിരിക്കും. മനസ്സിലായത് അല്ല, അതാണല്ലോ യഥാർത്ഥ ഗുരു. ഒരു വിദ്യാർത്ഥി എവിടേക്ക് പോകുമെന്ന് അവർക്ക് ഉൾക്കണ്ണിലൂടെ കാണാൻ സാധിക്കുക എന്നുള്ളത്. എങ്ങനെയാണ് അതും പറയണം. ഇപ്പോൾ പ്രസംഗം എന്ന് പറഞ്ഞാൽ പോലും നമ്മളെപ്പോഴും പറയുന്നതാണ്, അന്നത്തെ കാലത്ത് നമ്മൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. നമ്മൾ പഠിക്കുക, ഒരു ലെവലിൽ എത്തുക എന്നുള്ളൊരു സ്വപ്നത്തോടു കൂടെ പോവുകയാണ്. സ്വാഭാവികമായിട്ട് എല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട്, ലാംഗ്വേജ് സ്കിൽസ് കിട്ടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. മറ്റൊരു വലിയ ഒരു ഡിഗ്രിക്ക് പോകുന്ന സമയത്തൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ഇംഗ്ലീഷിനോടൊക്കെ ഒരു പേടിയായിരിക്കും എന്നൊക്കെ. ആ സമയത്ത് എങ്ങനെയായിരുന്നു ഇംഗ്ലീഷ്? ഞാൻ പ്രീ ഡിഗ്രി ആയപ്പോൾ തന്നെ ഇന്ത്യൻ എക്സ്പ്രസ് പേപ്പർ അന്ന് മുതൽ ഇന്ന് വരെ, അപ്പോൾ എത്ര കൊല്ലമായിട്ട് ആലോചിച്ച് നോക്കി, ഇന്നും രാവിലെ എന്നും വായിക്കും ഇംഗ്ലീഷ് പേപ്പർ. ഇന്ത്യൻ എക്സ്പ്രസ്സാണ് വായിക്കുക. അപ്പോൾ ഇംഗ്ലീഷിൽ അത്യാവശ്യം സംസാരിക്കാൻ സാധിച്ചിരുന്നു, പ്രസംഗിക്കാനും സാധിച്ചിരുന്നു. ഇപ്പം അതൊന്നും സാധിക്കുന്നില്ല ഇംഗ്ലീഷ്. കാരണം കോളേജ് വിട്ടോടുകൂടി ഇംഗ്ലീഷ് പ്രസംഗം നേരെ മലയാളത്തിലായില്ല. ഇപ്പം എന്നും പ്രസംഗമല്ലേ മലയാളത്തിൽ, എത്രയോ കാര്യങ്ങളായിട്ട്. പിന്നീട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ ലോയറായിട്ട്? ഞാനോ? ഫോർ ദ ലാസ്റ്റ് 50 years. 50 years മഞ്ചേരി കോടതികളിൽ എൻ്റെ ഓഫീസ് കണ്ട അറിയതും മുഴുവൻ ബുക്കുകളല്ലേ. ക്രിമിനൽ സൈഡാണ്. ക്രിമിനൽ സൈഡാണ്. ക്രിമിനൽ വക്കീലാണ്. ആണ്. എത്രയോ മർഡർ കേസുകൾ ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും പറയില്ലേ ക്രിമിനൽ വക്കീലാണെന്നൊക്കെ പറയില്ലേ? അതെ, അതുപോലെ എല്ലാവർക്കും അറിയില്ലേ. മഞ്ചേരി പറഞ്ഞാലേ മുനിസിപ്പൽ ചെയർമാൻ ആകുകയുള്ള ഞാൻ. ആദ്യത്തെ മുനിസിപ്പൽ കൗൺസിൽ ഇവിടെ വന്നപ്പോൾ അതിലെ ആദ്യത്തെ ചെയർമാൻ ഇസാഖ് കുരിക്കൾ, CH മുഹമ്മദ് കോയ ഇവിടുത്തെ CH ആയിരുന്നു ഇവിടുത്തെ MLA ആണ്, മന്ത്രിയൊക്കെ നെല്ലപ്പെട്ട് വയ്ക്കും. അദ്ദേഹം മരിച്ചു. അപ്പോൾ ഇസാഖുകൾ MLA ആയി, ഞാൻ തന്നെ ചെയർമാനായിരുന്നു. അങ്ങനെ തുടങ്ങിയ പിന്നെ വീണ്ടും പിന്നെയും ചെയർമാനായി. ക്രിമിനൽ കേസിൽ ഏറ്റവും പ്രമാദമായിട്ടുള്ള കേസ് ഒരുപാട് കേസ് നടത്തിയിട്ടുണ്ട്. കൊലപാതകങ്ങൾ നടത്തിയിട്ടുണ്ട്, ബലാത്സംഗങ്ങൾ നടത്തിയിട്ടുണ്ട്, പോക്സോ നടത്തി, എല്ലാവിധ കേസുകളും നടത്തി.
വക്കീലോടും ഡോക്ടറോടും കള്ളം പറയരുതെന്ന്. അതാ എല്ലാവരോടും പറയും ഞാൻ കള്ളു പറയരുത്. പിന്നെ ഫാമിലി ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഒരുപാട് കേസുകളിൽ ആ അത് എത്രയോ നടത്തി. ആ 50 കൊല്ലം എന്ന് പറഞ്ഞാൽ എത്രയാണത് മനുഷ്യൻ്റെ ജീവിതത്തിലെ. അതെ, 50 വർഷം. ഇപ്പം മക്കളത് മകൻ പിന്തുടർന്നു വരുന്നു. വൈഫ് ഓൾറെഡി റിട്ടയർ ചെയ്തു, ഇപ്പോൾ പോകണില്ല. അന്ന് പ്രോസിക്യൂട്ടർ ആയിരുന്നല്ലോ. അപ്പോൾ പിന്നെ പോലീസിലൊക്കെ നല്ല ബഹുമാനം കഴിപ്പാതൊന്നും ഉണ്ടാവില്ല, പിന്നെ പോലില്ല. ഇപ്പം ഇങ്ങനെ തന്നെയാണ്. ഏറ്റവും ഫണ്ണായിട്ട് തോന്നിയിട്ടുള്ള ഒരു കേസ് ഏതായിരിക്കും? ഇങ്ങനെ കുറേ നമ്മൾ പ്രതീക്ഷിച്ചിട്ടിരുന്നിട്ട് നമ്മളെ ചിരിപ്പിക്കുന്ന കുറച്ച് കേസുകളൊക്കെ ഉണ്ടാവും. ഒന്ന് വളരെ രസമായിട്ട് കുറേ ക്ലർക്കുമാരുണ്ടാവില്ലേ. അപ്പോൾ ഒരു കേസ് വന്നത് 2 ലക്ഷം റുപ്യയുടെ ചെക്ക് കേസ് വന്നു. അതേമാതിരി വേറെ കേസ് വന്നു വെച്ചാൽ ഒരാളെ പിന്നെ വേറൊരാൾ ഡൈവോഴ്സ് ചെയ്ത് ഒരു കേസ് ഉണ്ടായിരുന്നു. രണ്ടും ഒപ്പാണ് വന്നത്. അപ്പോൾ ആദ്യം നോട്ടീസ് അയച്ചല്ലോ, ഒരാൾക്ക് 2 ലക്ഷം റുപ്യ ചെക്ക് ദിവസം തരണമെന്ന പൈസ നോട്ടീസ് അയച്ചു. മറ്റേ ആൾക്ക് ഇങ്ങനെ വിവാഹമോചനം ചെയ്ത് നിങ്ങൾ ഇത്ര ലക്ഷം റുപ്യ നഷ്ടപരിഹാരമോ വേണം ചോദിച്ചു. ഈ ക്ലർക്ക് പോസ്റ്റ് ചെയ്തപ്പോൾ കവറ് മാറി. എൻ്റെ സ്ഥിതി ആലോചിച്ച് നോക്കി. ഈ ഭാര്യൻ്റെ വീട്ടിലേക്ക് ചെന്നപ്പോൾ അവിടെ ഭാര്യ ഭയങ്കര ബഹളുണ്ടാക്കല്ലേ, നിങ്ങൾ വേറെ കല്യാണം കഴിച്ചില്ലേ ഞങ്ങളറിയാതെ ചോദിച്ചിട്ട്. അവർ വയനാട്ടിലൊക്കെ വന്നുണ്ട്. അവിടെ ഭയങ്കര ഒച്ചമൂലിയൊക്കെ എന്നാണ് പറയണത്. എങ്ങനെ പരിഹരിച്ചത്? പരിഹരിക്കാൻ നിവൃത്തിയുണ്ടായില്ല. അത് ഞാൻ നോട്ടീസ് അയച്ചു. കോടതിയിൽ തന്നെ ഈ ചെക്ക് കേസിൽ ഈ ഡേറ്റ് ഓഫ് ഇഷ്യൂ ഇതൊക്കെ വലിയൊരു ലീഗലായിട്ട് കറക്റ്റാണ്, പങ്ക്ച്വലാണ്. തെറ്റിയാൽ പോയി. അപ്പോൾ ഇത് തെറ്റാണല്ലോ ആദ്യം അയച്ചു തന്നെ. അപ്പോൾ ഞാൻ മലപ്പുറം കോടതിയിലായിരുന്നു. ഞാൻ തന്നെ സാക്ഷിയായി അവിടെ കയറി മജിസ്ട്രേറ്റിനോട് പറഞ്ഞു, ഇതിങ്ങനെ ഒരു അബദ്ധം നമ്മൾ ഓഫീസിൽ പറ്റിയാണ്, ഇത് മാറിപ്പോയതാണ്, അതുകൊണ്ട് 2ാമത് നോട്ടീസ് അയച്ചതാണ്. വൈഫിനെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റിയില്ലേ? അത് ഞാനില്ലല്ലോ, അവർക്ക് തന്നെ ആ ഭാര്യ ഇങ്ങോട്ട് വരുന്നില്ലല്ലോ. അവർ മനസ്സൊരു ഒരു നിമിഷം അവർ എന്നത്തെ തയ്പ്പോയത്. അവർ നല്ല ആരുള്ളൊരു കേൾക്കാൻ നല്ല. എത്ര കേസിൽ തോറ്റുണ്ടാവും, എത്ര കേസിൽ ജയിച്ചിട്ടുണ്ടാവും പറയാൻ കഴിയില്ല. ഒരുപാട് കേസുകൾ അധികം ജയിക്കലാണല്ലോ. ക്രിമിനൽ കേസാകുമ്പോൾ ദ പ്രോസിക്യൂഷൻ ഹാസ് ടു പ്രൂവ് ദ കേസ് ബിയോണ്ട് റീസണബിൾ ഡൗട്ട് എന്നാണ്. ചെറിയൊരു റേ ഓഫ് ഡൗട്ട് ഉണ്ടെങ്കിൽ വിടണമെന്നാണ്. 1000 അപരാധികളെ വെറുതെ വിട്ടാലും ഒരു നിരപരാധിയെ ശിക്ഷിക്കുന്നതല്ലേ ബേസിസ് ഓഫ് അവർ ക്രിമിനൽ ജൂറിസ്പ്രുഡൻസ്. അപ്പം അധികം കേസും ജയിച്ച് പക്ഷേ ഒരുപാട് തോറ്റു ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ തന്നെയാണോ ആ ഒരു അല്ലല്ല പുകമറ സൃഷ്ടിച്ചാൽ മതി എന്ന് പറയുന്നത്? അങ്ങനെയല്ല. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ ഒക്കെ ഒരു 50-50 ആണെങ്കിൽ പ്രിസൈഡിങ് ഓഫീസറല്ലേ, അവർ തീരുമാനിക്കും ഏതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചായാലും. പറ്റ ഹോസ്റ്റലായി പോയാൽ ഒക്കെ വിട്ടയക്കും. പക്ഷെ എന്നാൽ ഏകദേശം ഒരു ബോർഡറിൽ വന്നാൽ ശിക്ഷിക്കും. ആ കാലത്താണ് നമ്മളെ ഫിലിം ആക്ടർ മമ്മൂട്ടി ഇവിടെ ഉണ്ടായിരുന്നല്ലോ, കുറേ കാലുണ്ടായിരുന്നു. മഞ്ചേരി ഈ വാസ് ആൻ അഡ്വക്കേറ്റ് ഹിയർ. ശ്രീധരൻ വക്കീലിൻ്റെ പോലെ അതേ കൂടെയായിരുന്നു. പക്ഷേ ഇവിടെ തന്നെ താമസം. ഞങ്ങൾ ഓഫീസ് അടുത്തടുത്താണ്. അപ്പോൾ സ്ഥിരമായിട്ടിൻ്റെ ഇവിടെ ഉണ്ടാവും. അങ്ങനെ നല്ല ബന്ധത്തിലായിരുന്നു. ശരി. അപ്പം പണ്ട് നിങ്ങൾ ഒരുമിച്ച് വക്കീലായിരുന്നു അല്ലേ? ഒരുമിച്ച് വക്കീലായിരുന്നു. പക്ഷേ വക്കീലായാലും നന്നായി അത്ര ഇല്ലെന്നുള്ളത്. അദ്ദേഹം ഇവിടെ അങ്ങനെ ശോഭിച്ചില്ലല്ലോ. ഇവിടെയാണ് സമയത്താണ് കല്യാണമൊക്കെ കഴിഞ്ഞ് മമ്മൂട്ടി. അദ്ദേഹത്തിൻ്റെ കൂടെ ഈ ഞാനൊക്കെ യോഗത്തിന് പ്രസംഗിക്കുമ്പോഴൊക്കെ എൻ്റെ കൂടെ വരും. അദ്ദേഹത്തിന് ആത്മകഥ ഉണ്ടായിരുന്നു മലയാള മനോരമയിൽ. അതിലൊരു പ്രാവശ്യം അതൊക്കെ കുറേ ഡീറ്റെയിലായിട്ട് എഴുതിയിരുന്നുണ്ട്. എന്നെ കാണുമ്പോൾ ഞങ്ങൾ ചെറിയ 2 ലൈന് പാടും. ഞാൻ അയാളെ കാണുമ്പോൾ എൻ്റെ കൂടെ മീറ്റിങ്ങിന് വരും. അങ്ങനെ താനൂർ മീറ്റിങ്ങിന് പോയപ്പോൾ എന്നെ എല്ലാവരും അറിയാം, അയാൾ ആരും അറിയില്ല. അന്ന് നടനായിട്ടില്ല ഇല്ല. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു 2 ചിന്താവാദത്തെക്കുറിച്ച് അവിടെ കയറി ഇരുന്നു. അപ്പോൾ സ്വാതപ്രസംഗം പറഞ്ഞു. എന്നോട് ചോദിച്ചാൽ ആരാ? അത് അഡ്വക്കേറ്റ് PI മുഹമ്മദ് കുട്ടിയാണ് മഞ്ചേരിയിലെ. സ്വാതപ്രസംഗം പറഞ്ഞു. അതിൻ്റെ കൂടെ ഒരു അഡ്വക്കേറ്റ് മുഹമ്മദ് കുട്ടി വന്നിട്ടുണ്ട്, അദ്ദേഹം ഒന്നും കൂടെ സംസാരിക്കുമെന്ന്. അപ്പോൾ ഇയാൾ പറ്റ പേടിച്ച് ഞാൻ അവിടെ തട്ടി ഞാൻ രക്ഷപ്പെടുത്തേണ്ട മുണ്ടാടിയിരുന്നതൊക്കെ പറഞ്ഞു പ്രസംഗിക്കാതെ വിട്ടു. എന്നാലും നല്ല രസമായിരുന്നത്. ഇപ്പോൾ വലിയ നടച്ചാൽ ലോകത്ത് മാനം വിട്ട് അല്ലേ ഉയർന്ന നടനായി. ഞങ്ങൾ വെഡ്ഡിങ് ആനിവേഴ്സറി ഉണ്ടായിരുന്നു, 50th അടുത്തുണ്ടായിരുന്നു. അതിനൊക്കെ നല്ല ആശംസയൊക്കെ അയച്ചു. ഇതിനകത്തുണ്ട്. ശരി.
അത് ഞാൻ പാടി 2 വരി പാട്ടൊക്കെ ഇപ്പോൾ പാടിയിട്ടുണ്ട് ഇതിനകത്തുണ്ട്. 2 വരി പാട്ട് ഇക്ക പാടിയതാ? അല്ല ഞാൻ പാടും, അത് കാണുമ്പോൾ പാടും. ഒരു 2 വരി പാട്ട് ഇവിടെ. നോബഡി ടു ഹെൽപ്പ് മീ മമ്മൂട്ടി, അങ്ങനെ പാടുക. അന്ന് ഞങ്ങളൊന്നും ഒരു ഗതിയില്ലാത്ത ഒരാളാണ്. മൂപ്പര് ഏകദേശം പോലെ. അത് നിങ്ങളുടെ മാത്രം ഒരു പാട്ടായിരുന്നു അത്? അതേ ഉള്ളൂ, അല്ലാതെ വേറെ പാട്ടല്ല. ഇപ്പോഴും നമ്മളെ ഇതിൽ ഓർത്ത് അദ്ദേഹം 2 ലൈന് പാടിയിട്ടുണ്ട് ഇതിനകത്തുണ്ട്. അത് ശരി, അത് കൊള്ളാം. അങ്ങനെ ഒരു സീക്രട്ട് ഫ്രണ്ട്ഷിപ്പ്. അല്ല സീക്രട്ടല്ല, അതിൻ്റെ ശേഷം ഞങ്ങൾ കോഴിക്കോട് താജ് ഹോട്ടലിൽ ഒന്നിച്ച് നമ്മൾ കുടുംബം ചേർന്നു. ഇപ്പം അടുത്താണോ? അത് കുറച്ച് മുമ്പേ ചേർന്ന്. അപ്പം മകളായിട്ടൊക്കെ നല്ല അടുപ്പത്തിലാണ്. ഡെൻറ്റിസ്റ്റിൻ്റെ തന്നെ മകള്. അന്ന് ചെറിയ കുട്ടിയല്ലേ, ഒരു ജെട്ടിയൊക്കെ അവളിപ്പോഴും നല്ല പിന്നെ അധികം സംസാരിക്കും ഇപ്പോഴും അവർ. ശരി, ഓക്കെ ഓക്കെ. കുറേ സിനിമകളുണ്ടല്ലോ, അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാ മമ്മൂക്കയുടെ? 921 സിനിമയുടെ പേരാണത്. അത് ശരി, ഭയങ്കര ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല. ഹിസ്റ്ററി ബേസ്ഡ് സിനിമ തന്നെ, മലബാറിൻ്റെ. ഇപ്പൊ ലേറ്റസ്റ്റ് കളങ്കാവൽ കണ്ടിരുന്നോ? ഇല്ല. നല്ല ഫിലിമാന്ന് പറയും. വേറൊരു ഫിലിമിനൊക്കെ കാണാൻ പോകാറുണ്ടോ? ഇല്ല, വളരെ കുറവാണ്. ഇപ്പം രാഷ്ട്രീയത്തിൽ വരുന്ന സമയത്ത് ഇപ്പം നമ്മൾ ഇതൊക്കെ പറഞ്ഞാലും രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആണല്ലോ. എൻറ്റയർലി ഒരുപാട് ആളുകളെ കാണണം, ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കണം, ഒരുപാട് ഉത്തരങ്ങൾ കൊടുക്കണം. എങ്ങനെയാണ് അതിന്? അത് നമുക്ക് പിന്നെ 4 ആൾ വന്നിട്ട് ഒരു പ്രശ്നമൊക്കെ പറഞ്ഞില്ലെങ്കിലേ ആ ദിവസം സുഖം കിട്ടില്ല. എല്ലാ ദിവസവും എല്ലാ പ്രശ്നങ്ങളൊക്കെ കേൾക്കണം, കഴിയണമാതിരി പരിഹാരം ഉണ്ടാക്കി കൊടുക്കണം, അങ്ങനെയാണല്ലോ. അതങ്ങനെ ശീലമായി കാലം മുതലേ. മുനിസിപ്പൽ ചെയർമാനാകുമ്പോൾ അങ്ങനെ തന്നെയല്ലേ. പക്ഷേ മുനിസിപ്പാലിറ്റിയിൽ ഒതുങ്ങും എന്നൊക്കെ ഇതൊരു മണ്ഡലത്തിലായിരുന്നു മാത്രം. അപ്പോൾ അന്ന് മുതലേ അങ്ങനെയാണ് പ്രശ്നങ്ങൾ പരിഹരിക്കുക, ആളുകൾ കേൾക്കുക, കുറേ സമരം ചെയ്യാൻ നമുക്കെതിരായിട്ട് എതിർ രാഷ്ട്രീയ പാർട്ടികളൊക്കെ അതൊക്കെ വിമർശനമൊക്കെ കേൾക്കുക, അത് ഉൾക്കൊള്ളുക, അങ്ങനെയാണല്ലോ. അല്ലാതെ എതിരഭിപ്രായമുള്ള ആളുകളെ അത് നമ്മൾ പിന്നെ അവരെ വിമർശിച്ച് ആക്ഷേപിച്ച് അടിച്ചമർത്തലല്ല. പറയുന്നതിലുള്ള സത്യം എന്താണ് നോക്കി നമ്മൾ പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത്. നമ്മളെല്ലാം ചെയ്യുന്നത് നല്ലതാണെന്നില്ല, നമ്മൾ വിചാരം അങ്ങനെയാണെന്നുണ്ടെങ്കിലും തെറ്റ് ചെയ്യണം. അത് ചൂണ്ടിക്കാണിക്കുന്ന ആരായാലും നമ്മൾ കറക്റ്റ് ചെയ്യണ്ടേ, അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ. അല്ല, എന്നാലും എതിർഭാഗം വരുന്ന സമയത്ത് ഇപ്പം നമ്മുടെ ഓപ്പോസിറ്റ് പാർട്ടികളിലെ ആളുകളൊക്കെ വരുന്ന സമയത്ത് ഓൾറെഡി ഒരു ലോയറാണ്, അത് ക്രിമിനൽ ലോയറാണ്. അപ്പോൾ MLA സംസാരിക്കുമ്പോൾ ആ ഒരു പവറിൽ അങ്ങനെ എല്ലാ നമ്മുടെ എതിരുള്ള രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരൊക്കെ നല്ല ബന്ധത്തിലാണ്. അങ്ങനെയാണത്. അപ്പോൾ മഞ്ചേരി മുനിസിപ്പൽ ചെയർമാനാകുമ്പോൾ ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് C. ശ്രീധരൻ നായർ CPM-ൻ്റെ നേതാവാണ്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും നല്ല ലോയറാണ്, ക്രിമിനൽ ലോയറാണ്, CPM നേതാവാണ്. ഞാൻ ചെയർമാനാകുമ്പോൾ പ്രതിപക്ഷ നേതാവാണ്. ഭയങ്കര എതിരല്ലേ, പക്ഷെ ഞങ്ങൾ ഭയങ്കര അടുപ്പാണ്. നമ്മളെ രാഷ്ട്രീയം വേറെ, അത് വേറെയാണല്ലേ. ഇപ്പോഴത്തെ രാഷ്ട്രീയം എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഭയങ്കര മാറ്റങ്ങളുണ്ട്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ഉണ്ട്, എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? അതായത് എന്ന് വെച്ചാൽ ഇവിടുന്ന് അങ്ങോട്ട് അധികം ഇപ്പോൾ പ്രചരണമൊക്കെ എല്ലാം നടക്കുന്നത് സോഷ്യൽ മീഡിയയിലാണ്. നല്ലതുകൊണ്ട് ചീത്തയുണ്ട്, അങ്ങനെയല്ലേ. ആളുകൾക്ക് എന്തും പറയാനായി. ഇപ്പോൾ കോടതി എന്തെങ്കിലും വിധി പറഞ്ഞാൽ സാധാരണക്കാർ അതിനെ പിന്നെ ലഘുലഗാനില്ലാതെ വിമർശിക്കലും അല്ലേ, അങ്ങനെയൊക്കെ ആയിപ്പോയി. പിന്നെ അതുകൊണ്ട് ഒന്ന് എന്താ വെച്ചാൽ എല്ലാവരും ശ്രദ്ധിക്കും. രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരൊക്കെ ജീവിതത്തിലെല്ലാം ശ്രദ്ധിക്കും. കാരണം എപ്പോഴാണ് ഈ കണ്ണുണ്ടാവില്ല, എപ്പോഴും ഈ മൊബൈൽ ഇല്ലാത്ത സംഗതിയല്ലേ, സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതൊക്കെ. അപ്പോൾ അവർ അധികമൊന്നും നല്ല നിലക്ക് പിന്നെ രാഷ്ട്രീയ ജീവിതം മുമ്പോട്ട് പോകാൻ ഈ മൊബൈൽ, അതുപോലെ തന്നെ മറുഭാഗത്തിരിക്കുന്ന പാർട്ടി നേതാക്കന്മാരുടെ പ്രവർത്തനം, അവർക്ക് നമ്മൾക്ക് ശ്രദ്ധിക്കാൻ സാധിക്കും, കറക്റ്റ് ചെയ്യാൻ സാധിക്കും, നല്ല നിലയിൽ മുമ്പോട്ട് പോകാൻ സാധിക്കും. അതല്ലാതെ അവരെ ആക്ഷേപിക്കലല്ല. അല്ല, എന്നാലും ഇന്നത്തെ യുവാക്കളെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എത്രത്തോളം രാഷ്ട്രീയത്തിനോട് ഇഷ്ടം. അതായത് നമ്മൾ തന്നെ പറയുന്നത് കേൾക്കാണ്ട് ഇവിടെ രാഷ്ട്രീയവാദികളായി മാറുന്നുണ്ട് പല കാലം. ഇപ്പോൾ തന്നെ കുറച്ച് ദിവസമായിട്ട് എന്താ നമ്മളിവിടെ ചർച്ച ചെയ്യണം, പാർലമെൻ്ററി ചർച്ച ചെയ്യണം. എന്താ നമ്മൾ ഗുരുതരമായ ഒരുപാട് പ്രശ്നങ്ങളില്ലേ ഇന്ത്യയിൽ. തൊഴിലില്ലായ്മ ഉണ്ട്, അതുപോലെ തന്നെ വിദ്യാഭ്യാസ പ്രശ്നം, ആരോഗ്യ പ്രശ്നം, ഡൽഹിയിലാണെങ്കിൽ വായു മലിനീകരണ പ്രശ്നം, ഉറുപ്പിയുടെ വില ഇപ്പോൾ ഡോളറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 100 രൂപയായി തുടങ്ങിയില്ലേ, വലിയ പ്രശ്നമില്ലേ അതൊക്കെ. നമ്മൾ കാണുന്നത് ഇന്ത്യൻ പാർലമെൻറ്റിൽ ചർച്ച ചെയ്യേണ്ടത്. പക്ഷെ അവിടെ ചർച്ച എന്തായിരുന്നു? വന്ദേ മാതരം 100 കൊല്ലം മുമ്പ് നടന്ന
അതെ, സംഗതി. 2 ചരണേ ഉള്ളൂ, ബാക്കി മുറിച്ച് കളഞ്ഞു. അതല്ലേ ചർച്ച ചെയ്യണത്. അത് ഒരു പക്ഷേ പിന്നെ രാഷ്ട്രീയം ബംഗാൾ തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട്, ബങ്കിം ചന്ദ്ര എഴുതിയതാണ്, രണ്ടാമത്തെ ഭാഗം കാണുന്നില്ല എന്നുള്ള അതൊക്കെയാണ് ചർച്ച. സാധാരണ ആളുകൾക്ക് അതിലൊന്നും താല്പര്യമില്ല. അവർക്ക് നമ്മുടെ ഇന്ത്യ മുമ്പോട്ട് പോകണം, സാമ്പത്തികമായി വളരണം, നമ്മുടെ പ്രശ്നങ്ങൾ ഈ ദാരിദ്ര്യം ഇല്ലാതാവണം എന്നൊക്കെയല്ലേ ആഗ്രഹം. ഈ തൊഴിലില്ലായ്മ പരിഹരിക്കപ്പെടണം, വിദ്യാഭ്യാസവും ആരോഗ്യമേഖലയൊക്കെ ലോകത്ത് നമ്പർ 1 ആവണം എന്നൊക്കെയാണ് ആഗ്രഹം. പക്ഷേ ആളുകൾ ഇപ്പോൾ ചർച്ചയൊക്കെ വേറെ രീതി ചെയ്താൽ പോകും. തീർച്ചയായിട്ടും അങ്ങനെയാണല്ലേ. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ എല്ലാവരും രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരായി മാറുകയാണ്. അതെ, കുറച്ച് കാലമായിട്ട് ജനങ്ങളുടെ ഇടയിൽ വേർതിരിവുണ്ടാക്കുക, വേലി കെട്ടുക, വെറുപ്പും വിദ്വേഷമൊക്കെ ഉണ്ട്. അങ്ങനെ ആയിപ്പോയില്ലേ. അങ്ങനെ അല്ല, അതിനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് പറ്റുമെന്ന് തോന്നുന്നുണ്ടോ ഇക്കയ്ക്ക്? തിരിച്ചു വരണ്ടേ, ഇന്ത്യയെ വീണ്ടെടുക്കണം. അതിലിപ്പോൾ ഞാൻ കാണുന്നത് പിന്നെ ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ എന്ന യാത്ര ഇവിടെ മുതൽ അതുവരെ നടന്നു പോയില്ലേ. ഇപ്പോഴും പ്രസംഗിക്കുന്നവരായാലും പ്രിയങ്ക ഗാന്ധിയൊക്കെ പ്രസംഗിക്കുന്നതൊക്കെ പിന്നെ ഐക്യം, മതേതരത്വമൊക്കെ അല്ലേ. നമ്മുടെ ഭരണഘടന പ്രിയാമ്പിൾ ഏറ്റവും മനോഹരമായ ഒരു വാചകമാണല്ലോ അത്. അറിയില്ലേ, എല്ലാ ആർട്ടിക്കിളിലും പറയുന്ന സംഗതികൾ അവരൊറ്റ വാചകത്തിൽ ഉൾക്കൊണ്ടു. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിങ് സോളംലി റിസോൾവ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻ ടു എ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്കുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ടു എൻഷുർ all its citizens justice, liberty, equality and fraternity. എല്ലാം ഒതുങ്ങിയില്ലേ മുഴുവൻ. എല്ലാ ജനവിഭാഗങ്ങളുടെയും ആഗ്രഹം, അവരുടെ അഭിലാഷം, അവർക്ക് വേണ്ടതൊക്കെ ഈ ഒരൊറ്റ പ്രിയാമ്പിൾ. ആ പ്രിയാമ്പിളാണ് ഭരണഘടനയുടെ ഹൃദയം എന്ന് പറയുന്നത്. പക്ഷേ അതുപോലും ആക്രമിക്കപ്പെടുന്നുണ്ടോ എന്ന് സംശയിക്കുന്ന കാലമാണ് ഇപ്പോൾ. അത് വീണ്ടെടുക്കണം. നമുക്ക് മുമ്പത്തെ പോലെ ഇവിടെ മുമ്പ് യുഗപ്രഭാവനായ പണ്ഡിറ്റ്ജിയൊക്കെ പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് ലോകത്ത് എന്തായിരുന്നു ഇന്ത്യയുടെ സ്ഥാനം? ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന സമയത്തൊക്കെ അല്ലേ? അത് നഷ്ടപ്പെട്ടോ എന്നൊരു തോന്നൽ. ലോകരാജ്യങ്ങളിടയിൽ നമ്മുടെ മുമ്പുണ്ടായിരുന്ന ആ ഒരു വിലപ്പുണ്ടോ എന്ന് സംശയിക്കും പല ആളുകളും. അങ്ങനെയാണിപ്പോൾ. അതുകൊണ്ട് ഇതൊക്കെ വീണ്ടെടുത്ത് പണ്ടത്തെ പോലെ വേണം. ഒരമ്മ പെറ്റ മക്കളെപ്പോലെ, ഒരു പൂന്തോട്ടത്തിലെ പൂക്കളെപ്പോലെ എല്ലാ ജാതിമത വിഭാഗങ്ങളും ഒന്നായി ചിന്തിച്ച് ഒരു ഐക്യത്തോടെ ജീവിക്കേണ്ട ഒരു ഭാരതം നമുക്ക് അത് നിലനിർത്തണം എന്നാണ് രാഷ്ട്രീയ പ്രവർത്തകർ എന്നുള്ളത് എനിക്ക് പറയാം. തീർച്ചയായിട്ടും അത് വളരെ റിലവൻ്റ് ആയിട്ട് ഉള്ളൊരു കാര്യമാണ്. എസ്പെഷ്യലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ആണെങ്കിലാണ് യുവാക്കൾക്ക് ഇതിനോടൊരു ഇഷ്ടത്തിലോട് ഇങ്ങോട്ട് വരുള്ളൂ. രാഷ്ട്രീയത്തിലോട്ട് ഇപ്പം അധികം ആളുകൾക്ക് വരാനുള്ളൊരു താല്പര്യക്കുറവ് ഈ പറഞ്ഞ പോലെ നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ വേണ്ട രീതിയിലുള്ള ഒരു ഡിസ്കഷൻസ് അല്ല നടക്കുന്നത്, വേറെ രീതിയിലുള്ള ഡിസ്കഷൻസ് നടക്കുന്നു. അതുകൊണ്ട് ഈ കുട്ടികളെ വിദ്യാഭ്യാസത്തിലുള്ള ആൾക്കാർ നമ്മളൊക്കെ അധികം ആളുകൾ ഒന്നും പുറത്തു പോകാറുള്ളൂ. US, UK വിദേശരാജ്യം, പിന്നെ എന്താണ് ഓസ്ട്രേലിയ പോവുക, കാനഡ പോവുക, അങ്ങനെയല്ലേ പോകുന്നതൊക്കെ. അപ്പോൾ അവരൊക്കെ അത് മാറി ഇവിടെ തന്നെ നിർത്തുന്നുണ്ടെങ്കിൽ അതിനുള്ള തൊഴിലവസരങ്ങളുണ്ടാവണം. ഒന്ന്, അതിന് വിദ്യാഭ്യാസത്തിൽ വേണ്ടത്ര നമ്മുടെ സിലബസിൽ UGC ആയാലും ഇപ്പോൾ UGC തന്നെ മാറ്റാനാണ് പോകുന്നത്. അതിന് വേണ്ട ഒരു മാറ്റങ്ങൾ അതിലുണ്ടാവണം. അവരവിടെ നിലനിർത്തണം. രാജ്യത്ത് പോയപ്പോൾ കണ്ടില്ലേ, വിദ്യാർത്ഥികൾ ഇപ്പോൾ ചെറിയ കുടുംബമായിരുന്നു നമ്മൾ, അണു കുടുംബം. ഇപ്പോൾ മക്കളൊക്കെ വിദേശത്ത് പോയി, അച്ഛനമ്മ പ്രായമായാലും ഒറ്റക്ക വീട്ടിൽ കുട്ടികളൊക്കെ പോയല്ലോ. അവരുടെ ഭാവി ജീവിതത്തിൽ അവർക്ക് ഇടപെടണമെന്നില്ല, കാരണം അവർ നന്നായി ജീവിക്കട്ടെ. പക്ഷേ ഇവരുടെ ജീവിതം അങ്ങനെ വളർത്തിയുണ്ടാക്കിയ ആൾക്കാർ. അപ്പോൾ ആ കുട്ടികളൊക്കെ ഇവിടെ തന്നെ ജീവിക്കണം എന്നാണ് രക്ഷിതാക്കളുടെ മാതാപിതാക്കളുടെ ആഗ്രഹം. അതിനുള്ള സാഹചര്യം ഒരുക്കണം ഗവൺമെൻറ്റൊക്കെ. അതല്ലാതെ അതിൽ നിന്നൊക്കെ മാറി വേറെ എന്തൊക്കെ ചർച്ച ചെയ്യുന്നതിൽ അർത്ഥമില്ല. അത് കേരള അസംബ്ലി ആയാലും അതുപോലെ തന്നെ കേന്ദ്ര പാർലമെൻ്റ് ആയാലും അങ്ങനെയൊക്കെയാണ് വേണ്ടത്. പിന്നെ രാഷ്ട്രീയം ഇല്ലാത്ത അത് കുട്ടികൾ പഠിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഇപ്പോൾ പിന്നെ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ IAS പാസ്സായി, IPS പാസ്സായി. പക്ഷേ അവരെ ആരാ ഭരിക്കണത്? ഈ രാഷ്ട്രീയക്കാരാണ് ആണല്ലോ. മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ ഒരു കുഞ്ഞിനെ പ്രസവിച്ച അന്ന് മുതൽ രാഷ്ട്രീയം ഇടപെടുകയാണ്. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഈ കൊടി പിടിക്കലും മറ്റു മാത്രമല്ലല്ലോ, രാഷ്ട്രം അല്ലേ. അത് കുട്ടി ജനിച്ചാൽ കുട്ടീനെ രജിസ്റ്റർ ചെയ്യണ്ടേ, അവിടുന്ന് തുടങ്ങിയത്.
പഞ്ചായത്തിലെ മുനിസിപ്പാലിറ്റിയിലോ പോയി രജിസ്റ്റർ ചെയ്യണം. കല്യാണം കഴിച്ചാൽ രജിസ്റ്റർ ചെയ്യണം. വീട് വെക്കണമെങ്കിൽ മുനിസിപ്പാലിറ്റി പോകണം. എല്ലാത്തിനും പോകണ്ട. അവിടുന്ന് തുടങ്ങി എല്ലാറ്റിലും. പിന്നെ നിയമനിർമ്മാണമല്ലേ ഈ രാഷ്ട്രീയമല്ലാത്ത ആളുകളെയും പിന്നെ അവർക്ക് ഈ രാഷ്ട്രീയക്കാർ പിന്നെ അവർ രൂപം നൽകുന്ന നിയമം അവരനുസരിക്കണം. അപ്പോൾ അവർ രാഷ്ട്രീയത്തിൽ നിന്ന് മാറിക്കണതിൽ അർത്ഥമല്ല. ഈ പറയുന്നതൊക്കെ ഇതൊക്കെ ഇപ്പം ശരിയല്ലെങ്കിൽ അത് ശരിയല്ല എന്ന് അവരഭിപ്രായം പറഞ്ഞ് അവരും ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് അതിന് അവരെ പിന്നെ എന്താ പറയുക വിമർശിച്ച് ശരിയാക്കി അവിടെ അഭിപ്രായം വരണ്ടേ? അതിൽ ജനാധിപത്യം. അത് മാറി നിന്നാൽ എന്തായി? ഈ രാഷ്ട്രീയക്കാർ ഭരിക്കും. വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകൾ ഒരു പക്ഷേ മന്ത്രിയായാൽ IAS ഭരിക്കും. എന്താ ചെയ്യുക? അങ്ങനെ നമ്മുടെ രാജ്യത്തിൻ്റെ എല്ലാം സിവിൽ സർവീസ് അങ്ങനെയല്ലേ? ഡെമോക്രസി പറഞ്ഞാൽ അതല്ലേ? ആണല്ലോ. അപ്പം നമ്മൾ കുട്ടികൾ വേണം അവിടെ ഈ പറഞ്ഞ പോലെ വേണം. അവർ മാറി നിൽക്കല്ല വേണ്ടത്, സജീവമായിട്ട് ഇടപെട്ടിട്ട് അവരുടെ ആശയം പിന്നെ പ്രതിഫലിക്കണം നമ്മുടെ രാജ്യത്ത്. അതിനുവേണ്ടി രാഷ്ട്രീയത്തിൽ തന്നെ വേണം. മാറി നിൽക്കല്ല വേണ്ടത്. മാറി നിന്നാൽ എത്രയോ നല്ലപോലെ പഠിച്ച് പോയി. ഞാൻ നേരത്തെ ഒരു ഉദാഹരണം പറയുന്നേ ഉള്ളൂ. എത്ര നല്ല പിന്നെ പോസ്റ്റിലായാലും എത്ര വലിയ പരീക്ഷ പാസ്സായാലും പരീക്ഷ തീരുമാനിക്കുന്നത് രാഷ്ട്രീയക്കാരാണ്. അവർ ജയിച്ചു വന്നാൽ അവരെ എവിടെ പോസ്റ്റ് തീരുമാനിക്കുന്നത് രാഷ്ട്രീയക്കാരാണ്. മാത്രമല്ല ആ രാഷ്ട്രീയക്കാരെടുക്കുന്ന തീരുമാനം നടപ്പാക്കുന്ന ജോലിയാണ് പിന്നെ അവർക്ക്. എല്ലാം അങ്ങനെയല്ലേ ആണ്. ഇപ്പോൾ ഏത് MBBS സംവരണം അതാരാണ്? അതും രാഷ്ട്രീയക്കാരാണ്. അല്ലേ? അത് വേണം, റിസർവേഷൻ വേണം എന്ന് പറഞ്ഞവരാണ്. വേണ്ടാന്നുണ്ടെങ്കിൽ അതിൻ്റെ അനുസരിച്ച് ആൾ വരണ്ടേ? ഇത്ര കാലത്തിനെ പാടുള്ളൂ, ഭരണഘടന അങ്ങനെ പറയുന്നത്, അതുകൊണ്ട് ഞാൻ സമയമായിന്നോ അതൊക്കെ പറയാൻ ധൈര്യമില്ലല്ലോ. അതേ രീതി ഞാൻ പറയുന്നത് അത്രയേ ഉള്ളൂ. അങ്ങനെ ഈ കുട്ടികൾ സ്കൂളിൽ കോളേജിലൊക്കെ പോയി പിന്നെ ഇതൊന്ന് മാറി നിൽക്കുന്നത് ശരിയല്ല. പക്ഷെ ഇപ്പോൾ നമ്മൾ കാണുന്നത് എന്താ അറിയോ? ഈ ഒരു മൊബൈൽ ഫോണിൽ നമ്മൾ പറയും ലോകം നമ്മുടെ ഉള്ളം കയ്യിലാണ്. എല്ലായിടത്തും. ഇപ്പോൾ ഞാനൊക്കെ ചെറുപ്പത്തിൽ കേട്ടിരുന്നു ഇങ്ങനെ പിന്നെ ന്യൂയോർക്കിൽ നടക്കുന്ന ഫുട്ബോൾ നമ്മുടെ റൂമിലൊരു പെട്ടിയിൽ നമ്മൾ കാണാമെന്ന്. എന്ത് വീട്ടിത്തായി പറയുന്നതാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. ഇന്നൊക്കെ പോയില്ലേ? ഇന്നിപ്പോൾ അതൊന്നും വേണ്ടല്ലോ. ഈ കയ്യിൽ ഇതൊക്കെ കാണില്ലേ, ലൈവായിട്ട് കാണാം, മൊബൈൽ ലൈവായിട്ട്. അത്രയും ഇത് അത് പുരോഗമിച്ചു കൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പോൾ വാട്സാപ്പ് പോയി, മറ്റേത് പോയി, ഇൻസ്റ്റാഗ്രാം പോയി, പുതിയൊക്കെയാണ് ഇപ്പോൾ വരുന്നത് അല്ലേ? അങ്ങനെയാണ്. അപ്പോൾ അത് ഇപ്പോൾ കുട്ടികൾക്ക് അതിൽ മാത്രം ഇങ്ങനെ നോക്കി നിന്നിട്ട് വേറെ ഒന്നും അറിയാതെ ചുറ്റുപാടുള്ളത് മനസ്സിലാക്കി ഇന്ത്യയിൽ ജീവിക്കണമെങ്കിൽ ചുറ്റുപാട് എന്താ മനസ്സിലാക്കേണ്ടത്, എന്താണ് നമ്മൾ ജനങ്ങൾ ആരാണ് എങ്ങനെയാണെന്നുള്ളതൊക്കെ തീർച്ചയായിട്ടും അത് മനസ്സിലാക്കണം. സജീവമായിട്ട് ഇടപെടുകയും വേണം. അല്ല, അതിനുള്ള ഓപ്പർച്യൂണിറ്റീസും ഇന്നത്തെ കാലഘട്ടത്തിലുണ്ട് എന്നുള്ളതാണ്. എന്ത് പഠിക്കാനുള്ള സൗകര്യം, എല്ലാത്തിനുള്ള സൗകര്യമുണ്ട്. പിന്നെ ഇങ്ങനെ ഞാനൊക്കെ പണ്ടൊക്കെ കേട്ടിരുന്നത് നല്ല സാമ്പത്തിക ഭദ്രതയുള്ള വീട്ടിൽ നിന്ന് വരുന്ന കുട്ടികളെ വക്കീലായിട്ട് നന്നാവുള്ളൂ എന്നൊക്കെ. ഞാനെന്താ എൻ്റെ ജീവിതത്തിൽ അതങ്ങനെയല്ല. ഞാൻ ഏറ്റവും ഒരു തീരെ സാമ്പത്തിക ഗതിയില്ലാത്തൊരു വീട്ടിൽ നിന്ന് ആ കുടുംബത്തിൽ നിന്നാണ് വന്നത്. പക്ഷേ എനിക്ക് വക്കീലായതിൻ്റെ ശേഷമാണ് ഞാൻ എല്ലാവിധ എന്താ പറയുക നല്ലൊരു നിലക്ക് സാമ്പത്തികമായി ഉയരാനും വളരാനും ഒക്കെ സാധിച്ചത് അങ്ങനെയാണ്. അപ്പം അങ്ങനെയല്ല, ഇഫ് ദർ ഈസ് എ വിൽ ദർ ഈസ് എ വേ, അങ്ങനെയല്ലേ? ഇപ്പോൾ അങ്ങനെയാണ്. നമ്മളെ കുട്ടികളൊക്കെ APJ അബ്ദുൽ കലാമിൻ്റെ ജീവചരിത്രം പഠിക്കുകയല്ലേ, അഗ്നിച്ചിറകുകൾ എന്ന പുസ്തകമൊക്കെ. അപ്പോൾ എന്താ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്തെ വിദ്യാർത്ഥികളുടെ ജീവിതമൊക്കെ പഠിക്കേണ്ടതാണ്. ഗതിയില്ലാതെ കഷ്ടപ്പെട്ട് പഠിച്ച് അവസാനം ആഗ്രഹം സയൻറ്റിസ്റ്റാണ്. ആ സയൻറ്റിസ്റ്റായല്ലോ അല്ലേ? സയൻറ്റിസ്റ്റായി എന്ന് മാത്രമല്ല രാഷ്ട്രീയക്കാരനല്ലാത്ത ഒരാൾ ഇന്ത്യയുടെ പ്രസിഡൻ്റായി വന്നു. അദ്ദേഹം പറഞ്ഞ നല്ല സന്ദേശം അതാണ്. നിങ്ങൾക്കൊക്കെ സ്വപ്നങ്ങൾ ഉണ്ടാവണം. ആ സ്വപ്നങ്ങൾ നേടാൻ വേണ്ടി കഠിനമായി പ്രയത്നിക്കണം. അങ്ങനെ പ്രയത്നിച്ചാൽ നേടാൻ സാധിക്കാത്തത് യാതൊന്നുമില്ല. അതായത് നമ്മൾ കുട്ടികൾ പിന്നെ വളർന്നു വരുന്ന തലമുറ അത് പഠിക്കണം. അല്ലാതെ രാഷ്ട്രീയമൊക്കെ ഉപേക്ഷിച്ച് എവിടേക്കും പോകാനില്ല. എല്ലാ ആളുകൾക്കും ഇന്ത്യ വിട്ട് പോകാൻ സാധിക്കും. നമുക്കിവിടെ ജീവിക്കണം. ആ ജീവിക്കാൻ ഒരു നല്ല സാഹചര്യം ഇവിടെ ഉണ്ടാവണം എല്ലാം കൊണ്ടും. തീർച്ചയായിട്ടും. ഈ ചെറുപ്പകാലഘട്ടത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ എത്ര പേരാണ്? വീട്ടിൽ ഫാദർ മദർ ഉണ്ടായിരുന്നത്. പക്ഷേ ഞങ്ങൾ മക്കൾ 4 2 ആണും 2 പെണ്ണും. ബാക്കി 3 മരിച്ചു.
മരിച്ചുപോയി. ഓക്കെ. ഇക്ക എത്രാമത്തതാ? രണ്ടാമത്തെ. രണ്ടാമത്തെ. അത് ശരി. ഓക്കെ. ചെറുപ്പത്തിൽ ഇപ്പം എങ്ങനെയായിരുന്നു? നമ്മൾക്കൊരു ഡ്രീം ഉണ്ടാവുമല്ലോ, 4 പേരുണ്ടെങ്കിലും നമുക്ക് ഇപ്പം എന്താവണം എന്നൊക്കെയുള്ളൊരു അന്നൊക്കെ ആ കാലത്ത് വിദ്യാഭ്യാസം ഇല്ലല്ലോ. നമ്മൾ ഒരുപാട് 5-6 മൈൽ, 5 മൈൽ എന്നാ പറയുക, നടന്നു വരണം സ്കൂൾക്ക്. അങ്ങനെ നടക്കുന്ന കുട്ടികളൊന്നും അന്നില്ല. അല്ല, അന്ന് പ്രയാസമാണല്ലോ, പഠിക്കാനൊന്നും ഗതിയില്ലാത്ത അധികം ആളുകൾ. ഫാദർ എന്തായിരുന്നു ഫാദർ ജോലി? ഈ മദർസ് പഠിപ്പിക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഏറ്റവും ചെറിയ ജീവിക്കാൻ ഗതിയില്ലാത്ത അമ്മ LP സ്കൂൾ ടീച്ചറായിരുന്നു. ഓ, അപ്പം വിദ്യാഭ്യാസം അങ്ങനെയാണ് അന്ന് ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത്. ആ സമയത്ത് ഇപ്പം നമ്മൾ 10ാം ക്ലാസ്, അത് കഴിഞ്ഞ് പ്രീ ഡിഗ്രി അങ്ങനെയൊക്കെ വരുന്ന സമയത്തും ഡ്രീം അത് തന്നെയായിരുന്നു? അല്ലെങ്കിൽ BCom നേരത്തെ പറഞ്ഞ പോലെ B.Ed എടുക്കുക? അങ്ങനല്ല, അത് നമ്മൾ ഈ പിന്നെ പ്രീ ഡിഗ്രിക്ക് പഠിച്ചപ്പോഴോ അന്നത്തെ 3rd ഗ്രൂപ്പ് അതിനകത്ത്, എന്നാൽ ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി, എക്കണോമിക്സ് ആണ് 3rd ഗ്രൂപ്പ്. അപ്പോൾ അതിൽ അന്നത്തെ ഇംഗ്ലീഷ് പിന്നെ ലെക്ചറർ ഒരു ഉപന്യാസം എഴുതാൻ പറഞ്ഞു. അതിൽ പറഞ്ഞത് നിങ്ങളെല്ലാവരും വാട്ട് ഐ വാണ്ട് ടു ബി എന്നാണ് സബ്ജക്റ്റ്, എല്ലാവരും എഴുതണം. അങ്ങനെ ഞാൻ എഴുതി ഐ വാണ്ട് ടു ബിക്കം എ ലോയർ. നന്ദി. മനസ്സിൽ അങ്ങനെ ഒരു തോന്നലാണ് ഉണ്ടായത്. അങ്ങനെ പിന്നെ സയൻസ് ഗ്രൂപ്പ് ഒന്നും എടുക്കാതെ 3rd ഗ്രൂപ്പ് എടുത്ത് പോകുന്നത് ആയിരുന്നു. പക്ഷേ അത് പിന്നെ ഒക്കെ സാധിച്ചു. അന്ന് ആ സമയത്ത് അത് പഠിച്ചോ കേട്ടു. അതെ. അന്ന് ആരെങ്കിലും ഉണ്ടായിരുന്നു നമുക്ക് ഇൻസ്പയർ ചെയ്ത ആളുകൾ? വക്കീലാവണമെന്ന് പറയുമ്പോൾ നമുക്കൊരു ഇൻസ്പിറേഷൻ ആയിട്ട് ആരെങ്കിലും അന്നത്തെ? അതൊക്കെ നമ്മൾ ഈ നരിമാൻ എന്നൊക്കെ കേട്ടിട്ടുണ്ട് നിങ്ങൾ. അതൊക്കെ അതുങ്ങളുടെ സുപ്രീം കോടതിയിലൊക്കെ ഭയങ്കര ഇതാണ്. പിന്നെ മാത്രമല്ല ജുഡീഷ്യൽ ഓഫീസേഴ്സൊക്കെ കാണുമ്പോൾ അവരുടെ അധികാരവും അവർ പവറൊക്കെ കാണുന്നുണ്ടല്ലോ. അതൊക്കെ LLB ആയാലും സാധിക്കുള്ളൂ. പിന്നെ വക്കീൽമാർക്ക് അന്ന് തന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഏത് വക്കീലായാലും നല്ല പോസ്റ്റിലെത്തുമ്പോൾ ഓരോരോ ഫ്രീ ആണ് എല്ലാം കൊണ്ടും. ജൂനിയേഴ്സൊക്കെ ആയി ദേ ആർ ദെയർ ഓൺ മാസ്റ്റേഴ്സ്. അങ്ങനെയാണുള്ളത്. അക്കാലത്ത് ഏറ്റവും പ്രഗത്ഭരായ അഭിഭാഷകരായിരുന്നു കൊടുത്ത കുഞ്ഞിരാം മേനോൻ, രത്ന സിംഗ് ഒക്കെ. ഞാൻ അവരായിട്ടൊക്കെ നല്ല ബന്ധമായിരുന്നു. അപ്പോൾ അവരിൽ നിന്നൊക്കെ ഒരുപാട് പഠിക്കാണ്ടായിരുന്നു. സൗഹൃദങ്ങൾ ഒരുപാട് സൂക്ഷിക്കുന്ന വ്യക്തിയാണ്. ആണോ? ഭയങ്കരമായിട്ട് ഏതൊരാളെ കാണുമ്പോഴും അതിലൊരു സൗഹൃദം, സന്തോഷവും സുഖവും സൗഹൃദവും അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. പ്രായഭേദമന്യേ സൗഹൃദങ്ങളുണ്ടോ? ഉണ്ട്. ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള സൗഹൃദം ഈ ജീവിതത്തിൽ നമ്മൾ കാണുന്ന ഏറ്റവും പിന്നെ നമ്മളെ ജീവിതം ഉണ്ടായത് ചെറുപ്പം ഓർമ്മ വന്നിട്ട് ഏറ്റവും സാധാരണക്കാരെ ആളുകളായിട്ടാണ് വളരെ സൗഹൃദം. അങ്ങനെയുള്ളത് വലിയ വലിയ ആളുകൾ എല്ലാവരും ഉണ്ട്, എന്നാലും എപ്പോഴും എന്നും അധികം നമ്മൾ ബന്ധം കൈവരായിട്ടാണ്. അങ്ങനെ അതായത് അതുകൊണ്ട് തന്നെ എല്ലാവരായിട്ടും നമുക്ക് സൗഹൃദം സാധിക്കും. നമ്മൾ പണ്ട് ഈ സിനിമയിലൊക്കെ കാണുമല്ലോ, ചെറുപ്പത്തിൽ പോലീസിനൊക്കെ ഭയങ്കര പേടിയാണെന്നൊക്കെ. അങ്ങനെ പേടിച്ചിട്ടൊക്കെ ഉണ്ടോ? കുട്ടികളാകുമ്പോൾ അങ്ങനെയല്ലേ. പിന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ നമ്മൾ വക്കീലായപ്പോഴേ ആ പേടിയൊക്കെ മാറി. കാരണം അവരെ ഏത് കേസിലും ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ എന്ന് പറയുന്നത് പോലീസ് ഉദ്യോഗസ്ഥനാവും. either SI or CO or DSP ആണെങ്കിലും അവരൊക്കെ എല്ലാ കേസിലും അവർ കോടതിയിൽ വരണം, ഈ വിറ്റ്നസ് ബോക്സിൽ കയറണം. അപ്പോൾ വക്കീൽ നിലയ്ക്ക് ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ക്രോസ് ചെയ്യാൻ അവസരം കിട്ടിയിട്ടുണ്ട്. അന്ന് പേടിച്ചതൊക്കെ ഇന്ന് അപ്പോൾ നല്ല രസത്തിലാണ് ക്രോസ് ചെയ്യാൻ. ഇൻവെസ്റ്റിഗേഷനിലുള്ള ഫ്ലോ ശരിക്കും പഠിച്ചാൽ കേസ് ഡയറി ഒക്കെ നോക്കി തന്നെ പഠിച്ചാൽ നമുക്ക് സുഖമായിട്ട് ക്രോസ് ചെയ്യാൻ സാധിക്കും ഇവരെ. അങ്ങനെ ധാരാളം പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ക്രോസ് ചെയ്തിട്ടുണ്ട്. പ്രഗത്ഭരായിട്ടുള്ള ഒരു പോലീസ് ഓഫീസർ നമ്മൾ പറയുമല്ലോ, നമ്മൾ എങ്ങനെ നോക്കിയിട്ടും അവരവരുടെ സ്റ്റാൻഡിൽ നിൽക്കുന്നു. അത് ഒരു ഡോക്ടർ ഷെർലി, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഷെർലി മാഡം ഫോറൻസിക് പ്രൊഫസറായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ. അവരുടെ 2 സിസ്റ്റേഴ്സും, ഒരാളിവിടെ ഷെർലി ഇവിടെ ഡിസ്ട്രിക്ട് ജഡ്ജ് ഉണ്ടായിരുന്നു, പിന്നെ ഹൈക്കോടതിയിൽ പോയി. 3 പെൺകുട്ടികൾ, 3 വലിയ, 2 ഡിസ്ട്രിക്ട് ജഡ്ജ്, ഹൈക്കോടതി ജഡ്ജ്, ഇവർ ഫോറൻസിക് പ്രൊഫസറായി. അപ്പോൾ അവർ അതിൽ വെൽ വേഴ്സ്ഡാണ്. അതിൽ ഞാനൊരു ക്രിമിനൽ കേസ്, ഒരു മർഡർ കേസിൽ ഇപ്പോൾ ഈ കത്തി കൊണ്ട് കുത്തിയല്ലേ, കുത്ത് കൊണ്ടുപോലെ അതിൻ്റെ പിന്നെ കത്തിയുടെ മനുമിൻ്റെ നീളം, അതിൻ്റെ വീതി, മുറിവിൻ്റെ ഇതൊക്കെ നോക്കുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഒരു ക്രോസ് ചെയ്തിട്ട് നമുക്ക് അവർ പറയുന്നതല്ല ഞാൻ പറയുന്ന പോലെ ഇതായിക്കൂടെ എന്ന് അങ്ങനെ വരുത്തി തീർക്കണം, സംശയം ഉണ്ടാക്കണം ജഡ്ജിന്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ കുത്തിയാൽ മാത്രമേ മുറിവുണ്ടാവുള്ളൂ, നമ്മൾ പറഞ്ഞ കുത്തിയാലല്ല, എങ്ങനെ കൊണ്ടിക്കൂടെ ചോദ്യം. അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മളെന്ന് വെച്ചാൽ നമ്മൾ വളരെ ലിമിറ്റഡ് ഇതുണ്ട്. ഇപ്പോഴൊക്കെ കാണാം മറ്റേ എന്താണ് ക്രിമിനൽ ജൂറിസ്പ്രുഡൻസ് അല്ല, മോഡി ഡോക്ടർ മോഡി, അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ ജൂറിസ്പ്രുഡൻസ് പറഞ്ഞ പുസ്തകമുണ്ട്.
അപ്പോൾ നമ്മൾ ഇതിനായിട്ട് പഠിക്കണം, എന്നും പഠിക്കണം വക്കീലായാൽ എല്ലാ ദിവസവും LLB പഠിച്ച് പോയാൽ പോരാ, ഓരോ ദിവസവും പഠിക്കണം. സുപ്രീം കോടതിൻ്റെ ഹൈക്കോടതിൻ്റെയൊക്കെ വിവിധങ്ങളായ റൂളിങ്ങുകൾ വരുന്നതൊക്കെ പഠിക്കണം. അപ്പോൾ ഈ അവരോട് പിന്നെ നമ്മൾ ഇത് ലിമിറ്റഡ് നോളജേ ഉണ്ടാവുള്ളൂ, അതിനായിട്ട് പഠിച്ച് പോകണമല്ലേ. അപ്പോൾ നമ്മൾ ചോദിച്ചിങ്ങനെ, അല്ല ഡോക്ടർ ഇതിങ്ങനെ പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ അല്ല, എന്ന രീതിയിൽ ഉണ്ടാവില്ലേ എന്ന് ചോദിച്ചാൽ നോ ഉണ്ടാവില്ല എന്ന് പറയും. വളരെ ഫേമായിട്ട് അത് പറഞ്ഞുകൊണ്ട് തന്നെ നിൽക്കും. അപ്പോൾ ഞാൻ ചോദിച്ചു ഒരിക്കേ, അപ്പോൾ ദെൻ ഈ ഡോക്ടർ മോഡി അങ്ങനെയല്ല ഞാൻ പറയുന്ന പോലെയുള്ളത് ഈ പറഞ്ഞ പുസ്തകത്തിൽ നോ ഐ ഡിഫർ വിത്ത് ഡോക്ടർ മോഡി. അവരെ അത്രമാത്രം കോൺഫിഡൻ്റ് ആയിട്ട് ആണോ പറയണമെന്നില്ല. ഐ ഡിഫർ വിത്ത് ഡോക്ടർ മോഡി. ഒരുപോലെ അത് ആ കാലത്തായിരുന്നു, ഇപ്പോൾ അത് കാലമൊക്കെ മാറി ഇങ്ങനെ ആയില്ലേ എന്നുള്ളതാണ് അവർ പറയുന്നത്. അപ്പോൾ എത്ര ക്ലോസ് ചെയ്താലും ശരി. അപ്പോൾ നമ്മൾ പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ചോദ്യം ചോദിക്കും. മോഡിൻ്റെ പുസ്തകമുള്ള MBBS കുട്ടികൾ പഠിക്കണത്, താങ്കൾ വല്ല പുസ്തകം എഴുതിയോ അങ്ങനെ ചോദിച്ചിട്ട് പോയി എന്നല്ലാതെ എപ്പോഴും ഞാൻ അവരുടെ ആലോചിക്കുകയാണ്. അജാതി ഡോക്ടർമാരുണ്ട്, എത്ര പൊളിച്ചാലും പൊളിയാത്ത എല്ലാം പഠിച്ചിട്ട് പോകണം അവർ ക്രോസ് ചെയ്യണമെങ്കിൽ. എളുപ്പമല്ല അല്ല ശരിക്കും എനിക്ക് തോന്നേ. അതായത് നമ്മളൊരു പിന്നെ ഇവിടെ പിന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ 980 മലപ്പുറത്ത് വെടിവെപ്പുണ്ടായി. അന്നത്തെ പിന്നെ SP അന്നത്തെ കളക്ടറൊക്കെ അന്ന് ഈ ജുഡീഷ്യൽ എൻക്വയറി ഉണ്ടായിരുന്നു എറണാകുളത്ത് വെച്ചിട്ട്, അതിന് ക്രോസ് ചെയ്തിരുന്നു നമുക്ക് നല്ല രസമായിട്ട്. ഇന്നൊക്കെയാണെങ്കിൽ അതൊക്കെ വീഡിയോ എടുത്ത് വെക്കുമായിരുന്നു അല്ലേ. ഇന്നത്തെ കാലത്ത് അങ്ങനെയാണല്ലോ, നമ്മളൊരു കേസ് സ്റ്റഡി എന്നൊക്കെ പറയുമ്പോൾ അതെല്ലാം അതിനകത്ത് ഉണ്ടാവുമല്ലോ. നമ്മൾ രാഷ്ട്രീയത്തിലോട്ട് വരുന്ന സമയത്ത് നമ്മളൊരു ലോയറും കൂടി ആണെന്നുണ്ടെങ്കിൽ ഒരു പ്രിവിലേജ് കൂടുതലുണ്ടോ, അല്ലെങ്കിൽ അതൊരു പവർ കൂടുതൽ? അതായത് ഈ രാഷ്ട്രീയക്കാർ എന്ന് പറഞ്ഞാൽ ഇതിൽ പിന്നെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുമ്പോൾ എല്ലാ വിഭാഗം ആളുകളെയും ഇവർക്ക് ബന്ധപ്പെടാൻ സാധിക്കും. എല്ലാവരെയും, വക്കീൽമാർ, ഡോക്ടർമാർ, പോലീസ് എല്ലാവരും കാണുമല്ലോ. അപ്പോൾ അവരിങ്ങനെ കണ്ട് എന്താണെന്ന് വെച്ചാൽ അവർക്കും തോന്നും പിന്നെ അവരെ പ്രൊഫഷനിലാണ്, നമ്മളെ പ്രൊഫഷനിൽ നോക്കാന്നുള്ള നിലക്ക്. അപ്പോൾ അതുകൊണ്ട് പിന്നെ എല്ലാവരും ഉൾക്കൊള്ളാനും അവരുടേതനുസരിച്ച് നമുക്ക് പെരുമാറാനും പ്രവർത്തിക്കാനൊക്കെ സാധിക്കും. നമുക്ക് തന്നെ മനസ്സിലാവും ഓരോരുത്തരും ഏത് രീതിയിലാണ് റിപ്ലൈ ചെയ്യുന്ന കാര്യങ്ങൾ എന്നുള്ളത്, ഹാൻഡിൽ ചെയ്യുന്നതൊക്കെ. കോടതിയിലാണെങ്കിൽ ഒരാളെ കൂട്ടിക്കയറിയിട്ട് പറഞ്ഞ് അവരെ ഫേസ് ചെയ്യണം സംസാരിക്കുവാനെന്ന് തോന്നുന്നു, നമുക്ക് ഇയാളെ ശരിയാക്കാൻ പറ്റും. കള്ളത്തരം പറയുകയാണെങ്കിലും പെട്ടെന്ന് കിട്ടുമല്ലോ. പിന്നെ കോളേജ് കാലഘട്ടത്തിൽ നമ്മൾ എങ്ങനെയായിരുന്നു, നല്ല പഠിപ്പ് മാത്രമായിട്ട്? അല്ലല്ല, ഞങ്ങൾ പ്രസംഗം ഏത് സംഗതിയെക്കുറിച്ചും പ്രസംഗം ഉണ്ടാവുമല്ലോ. എന്നാലും ക്ലാസ്സിലൊക്കെ പഠിക്കും, ക്ലാസ്സിൽ തെറ്റില്ലാത്തൊരു പഠിക്കണ കുട്ടി എന്നായിരുന്നു അന്ന് പറഞ്ഞിരുന്നു. മറ്റേ അടിയിടി അങ്ങനത്തെ ഒന്നുമില്ല. അന്ന് അതൊന്നും ഇല്ലല്ലോ. അല്ല പണ്ടൊക്കെ ചെറിയ സ്നേഹമായിട്ട് പോയില്ല, അതുകൊണ്ട് മാന്യത. അതെ, പ്രണയമുള്ള മാന്യത കീപ്പ് ചെയ്ത്. അപ്പം അതുകൊണ്ട് നമ്മൾ ആ ഒരു രീതിയിൽ തന്നെ പോയി. ഇനി മക്കൾ വളർന്നു വലുതായപ്പം സ്വാഭാവികമായിട്ടും അവരവരുടെ ഒരു ഡ്രീം ഉണ്ടാവാം. അപ്പം വാപ്പനെ നോക്കുകയാണെങ്കിൽ തന്നെ രാഷ്ട്രീയവും ഉണ്ട്, പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഇതും കൂടി ഉണ്ട്. അപ്പം എങ്ങനെയാണ് അവരെ തന്നെ വളർത്തിയെടുക്കാനായിട്ട് എങ്ങനെയൊക്കെയാണ് നമ്മൾ ഒരു ഉപദേശം കൊടുത്തിട്ടുണ്ട്? അതായത് നമ്മൾ ഈ ശൈശവ വിവാഹത്തിനെതിരാണല്ലോ ആണ്. പക്ഷെ നമ്മളെ കുട്ടിയെ മകളെ ചെറിയ പ്രായത്തിൽ തന്നെ കെട്ടിച്ചു നിൽക്കാൻ വെച്ചു. കാരണം അന്ന് ആർട്ടിനെന്താ കേസുണ്ട് എന്നെ അഡ്മിറ്റ് ചെയ്തിരുന്നു മെഡിക്കൽ കോളേജിൽ. അപ്പോൾ നമുക്ക് ആര് പെൺകുട്ടിയുള്ളത്, ഞാൻ ക്ലോസ് ആയാലും ആ കുട്ടിയുടെ സീ എന്താ വിചാരിച്ചിട്ട് വന്നപ്പോൾ നല്ലൊരു കല്യാണം വന്നപ്പോൾ കെട്ടിച്ചു. അപ്പോൾ ആളൊന്നും പറഞ്ഞില്ല? അതൊന്നുമല്ല, ചെറിയ ക്ലാസ്സിലെ പിന്നെ SLC പാസ്സായി, പ്രീ ഡിഗ്രി പാസ്സായി, പിന്നെ BDS ഒക്കെ കല്യാണം കഴിഞ്ഞിട്ട് ഒക്കെ അതുപോലെ നിൽക്കാൻ കഴിഞ്ഞതിന് ശേഷം അവർ പഠിച്ച് പിന്നെ ഡെൻറ്റിസ്റ്റായി. ഇപ്പം നല്ല പ്രാക്ടീസാണ് പെരുന്തമണ്ണ. മറ്റോ അനസ്തീഷ് നല്ല ഉഷാറായി പോകും. അത് പക്ഷേ മനസ്സിലെന്നാലും ഒരു വിഷമമായിട്ട് നിൽക്കുന്നുണ്ടോ? അല്ല, അതിനുശേഷം പിന്നെ ഈ കോവിഡിൽ ഞാൻ വളരെ ഇതായില്ല, അഗ്രസീവായിട്ട് അഫക്റ്റ് ചെയ്തു. 16 ദിവസം വെൻറ്റിലേറ്ററിൽ കിടന്നു കോഴിക്കോട് മിംസിൽ. ഒക്കെ മരിച്ചു എന്ന് ഉറപ്പിച്ചാണ്. പക്ഷേ എന്നാൽ ഞങ്ങളിതിനകത്തുണ്ട്, ഞങ്ങളെ പാണക്കാട് സെയ്ദ് ഹൈദരലി ശിഹാബ് തങ്ങളെന്ന് അന്നത്തെ പ്രസിഡൻ്റ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ എല്ലാവരോടും പ്രാർത്ഥിക്കണം. ഞാൻ മുസ്ലിം ലീഗിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറിയാണ്. അപ്പോൾ എല്ലാ പള്ളികളിലും പ്രാർത്ഥിച്ച ആളുകളൊക്കെ പ്രാർത്ഥിച്ച് അങ്ങനെ പ്രാർത്ഥനയും വൈദ്യശാസ്ത്രവും ഒക്കെ കൂടിയിട്ടായിട്ട് ഒന്ന് രക്ഷപ്പെട്ടു പോകുന്നു. പക്ഷെ പിന്നെ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്നാണ് വീണ്ടും പിന്നെ ബൈപ്പാസ് സർജറി നടക്കേണ്ടി വന്നു. എറണാകുളത്ത് വെച്ച് നടന്നു. ഇപ്പോൾ എല്ലാം റീകണ്ടീഷൻ ചെയ്ത് വളരെ
എനർജറ്റിക് ആയി. ഉഷാറായപ്പോൾ അതെ, അങ്ങനെ തോൽപ്പിക്കാൻ പറ്റില്ല. ആൺമക്കളൊക്കെ ആ. അവരുടെയൊക്കെ മാരേജ് ഈ അടുത്ത് തന്നെയായിരുന്നു? അല്ല, ഒക്കെ കുട്ടി ഇപ്പോൾ രണ്ടാണ്ടാണല്ലേ. ഒരാൾ വക്കീലാണ്, രണ്ടാമത്തെ ട്വിൻസ് അല്ലേ. ട്വിൻസ്. ആ, ഒരാളിപ്പോ കണ്ടു. മറ്റേ ആള് മലപ്പുറത്ത് പീഡിയാട്രീഷ്യനാണ്. ഇതാണ് ശരിക്കും വീട്? ആ, വീടാണിത്. അതെ, ഈ വീടിനോട് ചേർന്നിട്ട് തന്നെയാണ് വക്കീൽ ഓഫീസും എല്ലാ ഓഫീസും. MLA ഓഫീസും ഇതൊക്കെ അവിടെ ഉണ്ടാ? ഉണ്ട്. ആ, ആ, ശരി. അപ്പൊ ശരിക്കും തറവാട് ഇതായിരുന്നു? അതല്ല, വേറെ വീടായിരുന്നു. പൊളിച്ച് മാറ്റി ഇങ്ങോട്ടാക്കി. ഞാൻ പേര് വിട്ടുപോയി, എന്തോ മനസ്സിൽ ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ബുഷ്ര മൻസിൽ. ബുഷ്ര മനസ്സിൽ. മകളാണ് ബുഷ്ര. ഓ, മകളോടാണ് ഇഷ്ടം. അങ്ങനല്ല, അവള് നിർബന്ധിച്ച പേരിടി, അല്ലെങ്കിൽ അവളെ വഴക്കുണ്ടാക്കും. അവളുടെ മുന്നിൽ നമ്മൾ പതറും. വാപ്പാനെ വരച്ച വരെ അവിടെ നിർത്തുന്നു. അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ, മക്കൾക്ക് വാപ്പമാരോട് ഒരു പ്രത്യേക ഇഷ്ടവും ഒരു അധികാരമൊക്കെയാണ്. ആണ്, ഭയങ്കരമായിട്ട്. ആ മക്കളാണെങ്കിൽ ഉമ്മയുടെ അടുത്തായിരിക്കും, പക്ഷെ പെമ്മക്കള് ഉപ്പയുടെ തലയിൽ കയറി തന്നെ ഇരിക്കും. പേരക്കുട്ടികളൊക്കെ? അവളെ കുട്ടി ഇപ്പോൾ ഫൈനൽ ഇയർ MBBS എഴുതി, മൂത്തുകുട്ടി. മറ്റേ +1 പഠിക്കാൻ കോഴിക്കോട്. പേരക്കുട്ടികളൊക്കെ എങ്ങനെയാ? പേരക്കുട്ടിയാണ് ഒരു കുട്ടി പറഞ്ഞത്. അല്ല, എങ്ങനെയാ? നല്ല ബന്ധമാണല്ലോ. ഇവന്റെ ഒരു പേരക്കുട്ടി ഇപ്പോൾ വക്കീലിന്റെ, അവന് കൊല്ലം ചേർന്നു MBBS ചേർന്നു. പാലക്കാട്. ആരും രാഷ്ട്രീയത്തിലേക്ക് വരുന്നില്ല. ഇവൻ ചെറിയ രാഷ്ട്രീയമൊക്കെ ഉണ്ട്, അമീർ ഉണ്ടല്ലേ? ഞാൻ ചോദിച്ചു, ഞാൻ വന്നപ്പോ ഞാൻ ചോദിച്ചു രാഷ്ട്രീയത്തിൽ ഉണ്ടോന്നൊക്കെ ചോദിച്ചിട്ട് സംസാരിച്ചു. പക്ഷെ ഇതിനാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു എൻ്റെ പ്രൊഫഷനിൽ. ആളും ക്രിമിനൽ സൈഡ് തന്നെയാണോ? ആ, ഇതാണ്. ഇത്രയും ബുക്കൊക്കെ എത്രയും നിറയെ ബുക്കല്ലേ എൻ്റെ ഓഫീസ് റൂമിലൊക്കെ. വെറും ക്രിമിനൽ മാത്രം ബുക്ക് അവിടെ. കുറേ ബുക്കുകൾ ഉണ്ടാവും, എല്ലാം പഠിക്കണം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല. നല്ല വക്കീലിനെ കാണാൻ എല്ലാം നല്ലോണം പഠിക്കണം. ജൂനിയേഴ്സ് വന്നിട്ട് ബുക്കൊക്കെ എടുത്ത് കൊണ്ടുപോകാറുണ്ടോ? അതായത് ഞാനൊരു വക്കീലെടുത്ത് പോയപ്പോഴേ വക്കീൽ എന്നോട് പറഞ്ഞത്, ബുക്കൊക്കെ ഉണ്ട് ഷാന, പക്ഷേ ജൂനിയേഴ്സ് എടുക്ക് വന്നിട്ട് സാർ ഞാനിതൊന്ന് റെഫർ ചെയ്തിട്ട് തരാട്ടെന്ന് പറഞ്ഞെടുത്ത് കൊണ്ടുപോകാൻ പറഞ്ഞു. ഇപ്പം എനിക്ക് മാറിപ്പോക്കെ ഫോണിലായല്ലോ. മറ്റേ അതെ, എല്ലാത്തിലും റൂളിങ് നോക്കാനാണതൊക്കെ. ശരിക്കും ഇങ്ങനെ എല്ലാ ബുക്കുകളും നമ്മുടെ കയ്യിൽ ഉണ്ടാവണം? അങ്ങനെയല്ല, അതെ. ഇതൊക്കെ ഇതൊക്കെ 2 ആഴ്ച കൂടുമ്പോൾ കേരള ഹൈക്കോടതി ഡൈവോഴ്സ് മാട്രിമോണിയലാണ്, ഇതൊക്കെ ALT, അത് ആക്സിഡൻറ്റ്, ഇതൊക്കെ ക്രിമിനൽ, ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കുകൾ, ഇതൊക്കെ അതാ കേരള ഹൈക്കോടതിൻ്റെ വിധികൾ. അതൊക്കെ 2 ആഴ്ച കൂടുമ്പോൾ ഒരു ചെറിയ പാർട്ട് വരും. അപ്പോൾ അത് നോക്കി പഠിക്കണമെന്നും. 2 ആഴ്ച കൂടുമ്പോൾ ഹൈക്കോടതിയിലെ ക്രിമിനൽ സിവിൽ കേസുകളൊക്കെ വിധി അറിയണത് ഒരു ചെറിയ ജേർണലായിട്ടും കൂടെ വരും. അതൊരു കൊല്ലത്തെ ബൈൻഡ് ചെയ്യാനാണെന്നൊക്കെ. ഓ, അത് ശരി. നമ്മൾ തന്നെ ബൈൻഡ് ചെയ്യും? അതോ ബൈൻഡ് ചെയ്യണം. നല്ല UAL എന്നല്ലേ, UAL എത്തിയിരുന്നാണ്. അതല്ല UAL. ബുക്ക് എവിടെയുണ്ടെങ്കിലും നമുക്ക് മനസ്സിലാവും. അതാ UAL. അവിടെയൊക്കെ അല്ലേ, എൻ്റെ ആ റൂമിലൊക്കെ തന്നെയാണ് നിറയെ ബുക്കാണ്. ബുക്കുണ്ട്. ഓക്കെ. അല്ലാതെ ബുക്കുകൾ വായിക്കാറുണ്ടോ? ലോ ബുക്ക് അല്ലാതെ പൊതുവായിട്ടുള്ള നോവലുകളോ അല്ലെങ്കിൽ കൃതികള്, കവിത? വല്ലാതെ വായനല്ല, സമയം ഉണ്ടാവില്ലല്ലോ. ഇതൊക്കെ വായിച്ചു തീരണമല്ലോ അല്ലേ? എന്നാലും ഏതാണ് നമ്മുടെ ഉള്ളിൽ പറയല്ലോ ഒരു കലാപരമായിട്ടുള്ള ഒരു കഴിവ്? എന്തിനാണത്? പാട്ട് പാടാനോ, ആസ്വദിക്കാനോ? ചെറുപ്പം മുതലേ ഞാൻ ഫുട്ബോൾ കളിച്ചിരുന്നു. ഫുട്ബോൾ എറണാകുളം ലോക്കളേജിൻ്റെ ടീമിലുണ്ടായിരുന്നു, കോളേജ് ടീമിൽ. അപ്പോൾ കോളേജ് പഠിക്കുമ്പോഴൊക്കെ കളിക്കുമല്ലേ, കളി നടക്കും. നല്ലതായിരുന്നു ആ കാലത്തൊക്കെ. കളി കാണാറുണ്ടോ? ഇപ്പോൾ എല്ലാം ലോക ഫുട്ബോളൊക്കെ സുഖമല്ലേ ഇപ്പോൾ കാണാൻ. അതൊക്കെ കിടന്നു കൊടുത്താൽ മതിയല്ലോ, കിടക്കുമ്പോൾ അങ്ങനെ കാണല്ലേ. അന്നങ്ങനല്ല, അന്നൊക്കെ കമൻട്രിയാണ്. നാഗ്ജി ഇവിടെ, നെഹ്റു ട്രോഫി അവിടെ, നല്ല ടീമുകളുണ്ടെന്ന് അന്നത്തെ. രസമാണല്ലോ അത്, വേറൊരു ഫീലല്ലേ നമുക്ക്. സന്തോഷ് ട്രോഫി കളിക്കണമൊക്കെ എല്ലാ കളിക്കാരൊക്കെ അന്നേ. ഇന്നിപ്പം എനിക്ക് തോന്നുന്നു വഴിയിലൊക്കെ പോകുന്ന സമയത്ത് ഫുട്ബോൾ കളി കാണുമ്പോഴൊക്കെ ഇറങ്ങി കളിക്കാം. ഇപ്പം എനർജറ്റിക് ആയല്ലോ. ഇപ്പൊക്കെ ഉദ്ഘാടനമല്ലേ, ടൂർണമെൻറ്റ് ഉദ്ഘാടനം, ടർഫ് ഉദ്ഘാടനം ഒക്കെ. അങ്ങനെ എല്ലാ ദിവസവും അധികം ഉദ്ഘാടനം ഉണ്ടാവില്ലേ? എല്ലാ ദിവസവും ഉണ്ടാവും. കുറവ് എല്ലാ ദിവസവും ഉണ്ടാവും എന്തെങ്കിലും ഒരു. അതും ഒരു വേറൊരു രസം അല്ലേ, ഒരുപാട് ആഗ്രഹത്തോടു കൂടി ഓരോരുത്തർ ഒന്നുമില്ലാതെ ഇവിടെ വീട്ടിലിരുന്നാലേ ഒരു സുഖം കിട്ടുമല്ലോ. ഇതൊന്നും രാവിലെ നടക്കും, 2 മണി നടക്കും. ഭക്ഷണത്തിനൊരു മറ്റേ ലിമിറ്റേഷൻ ഒന്നുമില്ല, ഇഷ്ടപ്പെട്ട കഴിക്കും. ഏറ്റവും ഇഷ്ടം എന്താ? അങ്ങനെ ചോദിച്ചാൽ നമ്മൾ എന്താ പറയുക, നോൺ വെജ്. ചിക്കൻ ബിരിയാണി അങ്ങനെ ഇഷ്ടമൊന്നുമില്ല. നോൺ വെജ് പറയുമ്പോൾ നല്ല ബ്രോസ്റ്റ് ഇല്ല, ബ്രോസ്റ്റ് ചിക്കൻ അല്ലേ?
അത് ചിക്കൻ്റെ നല്ലതാണ്. ബിരിയാണിനോട് അധികം താല്പര്യം അത് കഴിക്കണം, ഇല്ലാതൊന്നുമില്ല. ഭാര്യ എങ്ങനെ നന്നായിട്ട് കുക്ക് ചെയ്ത് ഇങ്ങനെ കുക്ക് ചെയ്യാനൊക്കെ ഇഷ്ടം? പിന്നെ അവൾ അടുപ്പത്തൊന്നും പോയി നോക്കണ്ടല്ലേ, അപ്പോൾ അറിയുള്ളൂ. കല്യാണം കഴിച്ചാൽ അന്ന് വരെ ഞങ്ങൾ രണ്ടാളും രാവിലെ കോടതിയിൽ പോകല്ലേ. ശരിയാണ്. അപ്പോൾ അന്ന് വരെ അവിടെ നിൽക്കാൻ ആളെ കിട്ടിയ അക്കാലത്ത് തന്നെ അപ്പൊ പിന്നെ പോയി നോക്കിയില്ല. മതി, ഭക്ഷണം കഴിച്ചാൽ മതിയല്ലോ. എപ്പോഴും അങ്ങനെ തന്നെയാണ്, എൻജോയ് ചെയ്ത് നടക്കാം. എല്ലാവരും അങ്ങനെ തന്നെ. അപ്പം ഇക്ക താങ്ക് യു സോ മച്ച്. ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ ഇവിടെ വരുന്ന സമയത്ത് നമ്മുടെ MLA എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയം മാത്രമായിരുന്നല്ലോ. അതും ഇക്കനെ കുറിച്ചിട്ട് പേഴ്സണലി കുറേ ആളുകൾ ഇപ്പം ഇന്നലെ ഞാൻ നാട്ടിൽ പോയി വോട്ട് ചെയ്യാൻ പോയപ്പോഴൊക്കെ ഇക്കനെ കുറിച്ചിട്ട് പറയും, ഞാൻ പറഞ്ഞു ഇന്ന് ഇക്കയുടെ ഇൻ്റർവ്യൂ ആണ് എടുക്കാൻ വരുന്നത് എന്നൊക്കെ പറഞ്ഞു മൂത്താപ്പാരോടൊക്കെ. അപ്പോൾ എല്ലാവരും അന്വേഷണം പറയണമെന്നൊക്കെ പറഞ്ഞ് വിട്ടതാണ്. പക്ഷേ ഇങ്ങനെ രസകരമായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. സന്തോഷം. കാണുമ്പോൾ നല്ല സ്ട്രിക്റ്റ്, ഇത്രയും മനോഹരമായി പുഞ്ചിരിയുള്ളൊരു വ്യക്തിയാണെന്ന് അധികം അറിഞ്ഞില്ല ഞാൻ. എന്താണെങ്കിലും താങ്ക് യു ഇക്ക, താങ്ക് യു സോ മച്ച്. ഈ പറഞ്ഞ പോലെ നല്ല സന്തോഷമായിട്ട് എപ്പോഴും ഇരിക്കാൻ സാധിക്കട്ടെ. താങ്ക് യു. വെൽക്കം.